എത്തിച്ചേർന്ന എല്ലാ സഹോദരങ്ങളെയും ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ആഭ്യന്തര ശത്രുക്കൾ ആരാണ് എന്ന ചോദ്യം എന്നോട് ആദ്യം മന്ത്രിച്ചത് ഗുരുജി ഗോൾവാൾക്കറുടെ പുസ്തകമാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള എൻ്റെ സന്ദേഹങ്ങൾ തീർത്തത് ജെ നന്ദകുമാർ എന്ന ഇന്ത്യയുടെ ഏറ്റവും സമാരാധ്യനായ വൈചാരിക പ്രമുഖനോടാണ്. അദ്ദേഹം പറഞ്ഞത് മനുഷ്യന്റെ ജന്മം നോക്കിയല്ല ആരാണ് ആഭ്യന്തര ശത്രു എന്ന് തീരുമാനിക്കേണ്ടത്, തീർച്ചയായും കർമ്മം നോക്കിയാണ്. ഏത് വംശത്തിനകത്തും ഏത് സമുദായത്തിനകത്തും ഏത് വിശ്വാസത്തിനകത്തും ജീവിക്കുന്ന ഇന്ത്യക്കാരൻ ഇന്ത്യന്നസിനപ്പുറത്ത് ഭാരതീയത എന്ന സങ്കല്പത്തിനപ്പുറത്ത് ഭാരത വിരുദ്ധത എന്ന വികാരം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവനെയാണ് ആഭ്യന്തര ശത്രുവായി പ്രഖ്യാപിക്കേണ്ടത്. അതെപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാനാവുക? തിരിച്ചറിയുന്നത് പലപ്പോഴും വല്ലാതെ വൈകിപ്പോകും. അവന്റെ രൂപം കൊണ്ടല്ല നമ്മൾ തിരിച്ചറിയുക. എപ്പോഴെങ്കിലും മതിയായ സന്ദർഭം വരുമ്പോൾ, അവന്റെ വിഷം പുറത്തു വരുമ്പോഴാണ് അവനെ തിരിച്ചറിയുക. അങ്ങനെ പറഞ്ഞ ഒരാൾ പണ്ട് ഈ പാലക്കാടും പരിസരത്ത് ഉണ്ടായിരുന്നു. അതിൽ പക്ഷെ ഏറ്റവും കൃത്യമായി മലയാളിയോട് ആദ്യം പറഞ്ഞ ആളുടെ പേര് OV വിജയൻ എന്നാണ്. കസാക്കും തസറാക്കും ഒക്കെ ഇവിടെയാണ്. ഞാൻ ഇടക്കിടക്ക് വളരെ സ്വകാര്യമായി ഒരു ആശ്വാസത്തിന് വേണ്ടി ആത്മീയമായൊരു ദാഹം പോലെ വന്നു പോകുന്നൊരു സ്ഥലമാണത്. കസാക്കിന്റെ ഇതിഹാസത്തില് നൈസാം അലി എന്ന വികൃതി ചെറുക്കൻ ഒരു പച്ചിലപ്പാമ്പിനെ പിടിക്കുന്നുണ്ട്. ആ സന്ദർഭം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ആവർത്തിച്ച് ഓർമ്മിക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നൈസാം അലി ഒരു പച്ചിലപ്പാമ്പിനെ പിടിക്കുന്നു. അയ്യോ പാമ്പ് എന്നവൻ ആർത്ത് വിളിക്കുമ്പോ നാട്ടുകാരൊക്കെ ഒത്തുകൂടിയിട്ട് പറയുന്നത് പച്ചിലപ്പാമ്പല്ലേ, അവന്റെ നിറം കണ്ടറിഞ്ഞൂടെ, എന്തോ ഒരു പാവമാണ്, പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന നിറമല്ലേ എന്നൊക്കെ പറയുന്നത്. അന്നേരത്ത് മഹാദാർശനികനായ അള്ളാപ്പിച്ച മല്ലാക്ക പറഞ്ഞു കൊടുക്കുന്ന ഒരു വർത്തമാനമുണ്ട്. ഇവൻ ആരാണെന്ന് അറിയാൻ മോനെ, അവന്റെ വിഷം വരാൻ കാലം വരും. വിഷം വരുന്ന കാലത്ത് അവനെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് വിജയൻ അന്ന് ആലോചിച്ചു നോക്കൂ. 20 കൊല്ലം മുമ്പ് മരിച്ചു പോയതാണ്. ഭാഗ്യവശാൽ ഒരു പക്ഷേ സാന്ദർഭികവശാൽ വിജയൻ മരിച്ചത് മാർച്ച് 30-നാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങള് വിജയനെ അനുസ്മരിക്കുകയുണ്ടായി. മാത്രമല്ല വിജയനുമായി പാലക്കാട്ടുകാർക്ക് ഉള്ളതുപോലെ ആത്മബന്ധം ഞങ്ങൾക്കും ഉണ്ട്. വിജയൻ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുഴുവൻ ചെലവിട്ടത് ഞങ്ങളുടെ അരീക്കോട്ടാണ്. അതുകൊണ്ട് വിജയനെ ഒരു മഹാഋഷിയെ പോലെ കണ്ടു വളർന്നൊരു കുട്ടിക്കാലം എനിക്കുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച ചില ഓർമ്മകൾ, ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച ദാർശനികന്മാർ, ഇങ്ങനെ നമ്മളോട് സംസാരിച്ച വിദഗ്ധന്മാർ, വൈചാരിക പ്രമുഖന്മാർ, ബുദ്ധിജീവി എന്ന അക്ഷരാർത്ഥത്തിൽ വിളിക്കാൻ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ 1973 ഇതാ സോവിയറ്റ് യൂണിയൻ തകരാൻ പോകുന്നു എന്ന് പറയാൻ മലയാളത്തിൽ ആർക്കും സാധിച്ചിട്ടില്ല. ചെങ്ങന്നൂർ വണ്ടി എന്ന കഥ എഴുതുന്നത് 70-കളിലാണ്. 1989-90 ആയപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ തകരുന്നത്. ഇതാ ഈ വണ്ടി പൂട്ടിപ്പോയിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ 70-കളിൽ വിജയന് പറ്റിയെങ്കിൽ, അങ്ങനെ കാലേക്കൂട്ടി മുൻപേ പറക്കുന്ന ചില പക്ഷികൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അത്തരം പക്ഷികളുടെ കുറവുണ്ട് ഇപ്പോ. ഉണ്ടെങ്കിൽ, അങ്ങനെ വല്ല പക്ഷികളും ഉണ്ടെങ്കിൽ ഭരണകൂടത്തിന്റെ ഒത്താശയിൽ ഒളിച്ചിരിക്കുകയാണ് അവര്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിന്റെ ഒരു മഹാബുദ്ധിജീവിയോട് ഈയിടെ ഞാൻ സംസാരിച്ചപ്പോ എന്താണ് ഇപ്പൊ മിണ്ടാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ എഴുത്തച്ഛൻ പുരസ്കാരം എനിക്കും തന്നല്ലോ, ഇനി എങ്ങനെ മിണ്ടാനാണ്? ഇതാണ് നമ്മുടെ നമ്മുടെ മിണ്ടാണികളൊക്കെ അല്ലെങ്കിൽ ഒക്കെ മിണ്ടാപ്രാണികളായി തീർന്നിരിക്കുകയാണ്. അതാണ് ഒരു വല്ലാത്ത പ്രശ്നം അതാണ്. പറയേണ്ടത് വേണ്ട നേരത്തെ പറയാതിരുന്നാൽ ഉള്ള അപകടം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സമയത്ത് ആരൊക്കെയാണ് ആഭ്യന്തര ശത്രു എന്ന് ചൂണ്ടിക്കാണിച്ചാൽ, അവന്റെ കർമ്മം കൊണ്ട് ഇന്ത്യാവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണോ, അവന്റെ മനസ്സിൽ ഇന്ത്യാവിരുദ്ധമായ സംസ്കാരം സൂക്ഷിക്കുന്ന ആരൊക്കെയാണോ അവരൊക്കെ പെടും. എന്നാൽ ഇന്ത്യയാണ് പ്രധാനമെന്നും രാജ്യമാണ് പ്രധാനമെന്നും വിചാരിക്കുന്ന എല്ലാവരും ഇന്ത്യൻനെസിന്റെ പക്ഷത്ത്, ഭാരതീയതയുടെ പക്ഷത്ത് ചേരുന്ന സാംസ്കാരികമായ ഒരു വിശാലമായ ആകാശത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നവരുമാണ്. അങ്ങനെ ഉണ്ട്. ഞാൻ ബാബുവേട്ടനോടൊക്കെ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ പരസ്പരം സംവാദാത്മകമായി സംസാരിക്കുന്ന ഒരു വിഷയമാണത്. ഇതിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു മഹാകാശത്തിന് ചുവട്ടിൽ ഇന്ത്യൻനെസ്സിനെ കോർത്തിണക്കാൻ നമുക്ക് സാധിക്കുമോ? ജാതിക്കും മതത്തിനും അതീതമായി സാംസ്കാരികമായ ഒരു പൊന്നൂലുകൊണ്ട്, പട്ടുനൂലുകൊണ്ട് ബന്ധിപ്പിച്ച് നിർത്താവുന്ന ഒരു ഇന്ത്യയുടെ ഏകത്വം ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് ഞാൻ പറയാം, ഇന്ന് ഇന്ത്യൻ പാർലമെന്റില് നമ്മുടെ വഖഫ് ബില്ല് ചർച്ചയ്ക്ക് വന്ന ദിവസമാണ്. വഖഫ് ബില്ല് നേരത്തെ വരേണ്ടതായിരുന്നു. ഞങ്ങളൊക്കെ അത് എപ്പോഴും പറയാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ ബാബുവേട്ടൻ ഞാനൊക്കെ പറയുന്നത് പൊറുക്കും. കാരണം അതൊക്കെ അനുവദിക്കുന്നതാണല്ലോ സംവാദം എന്ന് പറയും, മാഷ് പറയും. അങ്ങനെയാണ് ഈ ബില്ല് ഈ JPC എന്ന് പറയുന്ന കോത്താമ്പിക്ക് വിട്ട് ഇത്രയും കാലം 7 മാസം 5-8 മാസം തട്ടിക്കളിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. രാജ്യത്തിന് സുപ്രധാനമെന്ന് തോന്നുന്ന നിയമങ്ങളൊക്കെ പാർലമെന്റിൽ പോലും ചർച്ചയ്ക്ക് വെക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഉജ്ജ്വലമായ ആർജവമുള്ള ഒരു ഗവൺമെന്റാണ് നാട് ഭരിക്കുന്നത്. എന്തിനാണ് JPCക്ക് വിട്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. 7 മാസം തട്ടിക്കളിച്ചു. ആരായിരുന്നു JPC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിൽ അംഗത്വമുള്ള
എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ചേർന്ന ഒരു സമിതിയാണ്. വമ്പിച്ച വില കൊടുത്ത് വേണം അതിനെ പോറ്റാൻ, ചെറിയ പാടല്ല. രാജ്യം മുഴുവൻ കൊണ്ടു നടക്കണം. ഈ ബില്ലിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എവിടെയൊക്കെ ഉണ്ടോ ആ സംസ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുപോകണം. അവിടെയൊക്കെ JPC ചേരണം. അവിടെയൊക്കെ വലിയ സൗകര്യങ്ങൾ കൊടുത്തിട്ട് ഈ പാർലമെന്റ് അംഗങ്ങളെ കൊണ്ടു നടക്കണം. ഇവരൊക്കെ വലിയ സൗകര്യത്തോടെ ഏറ്റു. ഞങ്ങളൊക്കെ JPC അംഗങ്ങളാണ്. എന്നിട്ടോ എന്തിനാണ് JPC? പാർലമെന്റിൽ ഇന്ന് ലോക്സഭയിൽ 8 മണിക്കൂർ, നാളെ രാജ്യസഭയിൽ 8 മണിക്കൂർ. അങ്ങനെ പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട 2-3 ദിവസങ്ങൾ കളയേണ്ട ആവശ്യമില്ലാത്ത വിധം ഈ ബില്ലിന്റെ മുഴുവൻ ഡ്രാഫ്റ്റും പരിശോധിച്ചിട്ട് കമ്പ് പരിശോധിച്ച് അതിലാവശ്യമായ ഭേദഗതികളൊക്കെ കാലേ കൂട്ടി നിർദ്ദേശിച്ച് അതിന്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് പാർലമെന്റിൽ വായിച്ച് ഒറ്റ വായന കൊണ്ട് പാസ്സാക്കാനുള്ള സൗകര്യത്തിനാണ് JPC. പക്ഷെ എന്താ JPCയുടെ സ്ഥിതി? JPCയിൽ എല്ലാവരും വലിയ സൗകര്യങ്ങൾ, വലിയ TA വാങ്ങി, DA വാങ്ങി. ചില്ലറക്കാരല്ല, ഇവരെയൊക്കെ പോറ്റി 7 മാസം നമ്മൾ പോറ്റി, നമ്മുടെ നികുതി ചെലവിൽ പോറ്റി കൊണ്ടു നടന്നു. പക്ഷേ ഒറ്റ ഒരുത്തനും ആ JPC അംഗം ആരും അംഗത്വം വേണ്ടാന്ന് പറഞ്ഞില്ല. പക്ഷെ ഒറ്റ ഒരുത്തനും JPC അംഗം ചെയ്യേണ്ട പണി എന്താണോ അത് ചെയ്തില്ല. ഈ ഡ്രാഫ്റ്റ് വായിച്ചിട്ട് ഒരു ഭേദഗതി പോലും നിർദ്ദേശിച്ചില്ല. അവർ ചെയ്ത 2 പണിയാണ്. ഒന്ന് പുറത്തിറങ്ങിയിട്ട് ക്യാമ്പയിൻ നടത്തിയിട്ട് നാട്ടുകാരോട് പറഞ്ഞു ഈ ബില്ലിനെതിരായി, വഖഫ് ഭേദഗതി ബില്ലിനെതിരായിട്ട് വലിയ ക്യാമ്പയിനിൽ ഏർപ്പെടാൻ. JPCക്ക് നിരന്തരമായ നിവേദനങ്ങൾ മെയിൽ ചെയ്യാൻ ഏൽപ്പിച്ചു. അതങ്ങനെ വന്നുകൊണ്ടിരുന്നു. ലക്ഷക്കണക്കിന് എണ്ണം വന്നുകൂടി. ഒന്ന് പരിശോധിക്കാൻ പോലും നമ്മുടെ JPCക്ക് ജഗദംബിക പാൽ എന്ന വളരെ സീനിയറായ BJP നേതാവ് ആണ് അതിന്റെ ചെയർമാൻ. അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഒന്ന്, ഇതാണ് ഒരു കാര്യം ചെയ്തത്. 2, JPC എവിടെയൊക്കെയാണോ ചേർന്നത്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ചേർന്നു. അവിടെയൊക്കെ ഇവര് ഫ്ലൈറ്റിന് ചെന്നു, വലിയ ടിക്കറ്റ് വാങ്ങി, ഒക്കെ ഇന്ത്യ ഗവൺമെന്റ് ചെലവിലാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് ആകെ പറഞ്ഞത് ഈ ബില്ല് പിൻവലിക്കണം എന്നാണ്. ബില്ലിന്റെ ഡ്രാഫ്റ്റിൽ എന്തുണ്ട് എന്നല്ല, അതിൽ എന്ത് ഭേദഗതി വേണമെന്നല്ല, എന്തുകൊണ്ട് ഞാൻ ഇന്ന ക്ലോസുകളെ ഞാൻ വിമർശിക്കുന്നു, വിയോജിക്കുന്നു എന്നല്ല, ഒന്നും പറഞ്ഞില്ല. പിൻവലിക്കണം. അതിന്റെ പേരിൽ അടിപിടി, സംഘർഷം, ഇങ്ങനെ വല്ലാത്തൊരു ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആയിരുന്നു JPC. എന്തായാലും ഒടുവിൽ JPC ഒരു തീരുമാനമെടുത്തു. ഭരണകക്ഷി അംഗങ്ങൾ കൊണ്ടുവന്ന ഭേദഗതി സ്വീകരിച്ചു. പ്രതിപക്ഷ അംഗങ്ങൾ ഭേദഗതികളായിരുന്നില്ല, എതിർപ്പ് മാത്രമാണ്, ഒഫൻസ് മാത്രമാണ് ഉന്നയിച്ചത്. അതുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് വെച്ചു. അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ഇന്ന് പാർലമെന്റിൽ വന്നിട്ട് ചർച്ച നടക്കുന്നു. അതുകൊണ്ട് ഈ 6-7 മാസം നമ്മൾ വെറുതെ കളഞ്ഞു എന്നാണ് ഞാൻ പറയുക. പക്ഷേ ഞാൻ ഈ സമയത്ത് ഇന്ന് JPC വന്നപ്പോ ഞാൻ ആരാണ് ആഭ്യന്തര ശത്രുവെന്നും ആരാണ് ആഭ്യന്തരമായി ഇന്ത്യയുടെ മിത്രമെന്നും തീരുമാനിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി എന്ന് പറയാനാണ്. കാരണം ഇന്ത്യയിലെ 1,900 മുസ്ലിം സംഘടനകൾ മുഴുവനും എതിരാണ്. എവിടെയെങ്കിലും സാമൂഹ്യ പ്രസ്ഥാനം എന്ന് വിളിക്കാവുന്ന, സാംസ്കാരിക പ്രസ്ഥാനം എന്ന് വിളിക്കാവുന്ന, രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് വിളിക്കാവുന്ന, മതസംഘടന എന്ന് വിളിക്കാവുന്ന എല്ലാ മുസ്ലിം സംഘടനകളും വഖഫ് ബില്ലിനെതിരാണ്. എന്നാൽ ഒരു സ്വരം വേറിട്ട് നിന്നു. ഇന്നലത്തെ ഹിന്ദു പത്രം ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സൂഫി വര്യന്മാരിൽ പ്രമുഖനായ ഒരു മഹാ ഇസ്ലാമിക പണ്ഡിതന്റെ ലേഖനം ഹിന്ദു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആരുടെയെന്നറിയോ? അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ. അജ്മീർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ചെല്ലാവുന്ന ആത്മീയമായ ഒരു ഗേഹമാണ്. എല്ലാവരും പോകാറുണ്ട്. ജാതിയോ മതമോ ഭേദമില്ല. അത് ഇന്ത്യൻനെസ് ആണ്. എന്തുകൊണ്ടെന്നാൽ അതൊരു സൂഫി സ്ഥാപനമാണ്. ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി എന്ന സൂഫി വര്യന്റെ ഓർമ്മയിൽ നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ്. അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ തലവൻ സയ്യിദ് അഫ്സൽ ചിസ്തി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്നലെ നല്ല സമയത്ത് നാളെ പാർലമെന്റിൽ വരാൻ പോകുന്ന വഖഫ് ഭേദഗതി ബില്ല് ഇന്ത്യയിലെ മുസൽമാൻ പ്രാർത്ഥനയോടെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹം ചെറിയ കാര്യമല്ല. ഞാൻ പറഞ്ഞത് പേരുകൊണ്ടല്ല, കർമ്മം കൊണ്ടാണ്. അതാണ്, സമുദായം കൊണ്ടല്ല, വംശം കൊണ്ടല്ല ആഭ്യന്തര ശത്രുക്കളെ തീരുമാനിക്കേണ്ടത് എന്ന് പറയാൻ നമുക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത്രയും ഇത്തരം ആളുകളെ ഒരുപാട് പേരെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. ഏറെയൊന്നുമില്ല എങ്കിൽ പോലും അവർക്ക് പക്ഷെ വോയിസ് കുറവാണ്. അവർ പറയുന്നത് ആർക്കാണ് ഇന്ത്യയിൽ ആർക്കാണ് ഈ ഭൂമിയിൽ മരിക്കേണ്ടത്? പടച്ചോന് വേണ്ടി മരിച്ചാൽ ഭൂമിയിൽ പരലോകത്ത് സ്വർഗം കിട്ടും. ഇഹലോകം നഷ്ടപ്പെട്ടാലും പരലോകമുണ്ടല്ലോ, അതിന്റെ പേരാണ് വീരസ്വർഗം എന്ന് വിശ്വസിക്കുന്ന മഹാമണ്ഡന്മാർ അനവധിയുള്ള ഒരു സമുദായത്തിന്റെ പേരാണ് മുസ്ലിം സമുദായം. വളരെ പ്രധാനപ്പെട്ട സമുദായമാണത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷമാണ്. എന്നാൽ ആർക്കെങ്കിലും വേണ്ടി മരിച്ചാൽ പരലോകത്ത് സ്വർഗം കിട്ടുമെങ്കിൽ, അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ, ആ സ്വർഗം കിട്ടുമെങ്കിൽ അത് ജന്മഭൂമിക്ക് വേണ്ടി മരിച്ചാലാണ് എന്ന് വിശ്വസിക്കുന്ന പണ്ഡിതന്മാരും ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെയാണ് എത്രയോ പേർ. ഞാൻ പൊന്നാനിയിലെ സയ്യിദ് മഖ്ദൂം ഉണ്ടായിരുന്നു. പൊന്നാനിയിലെ മഖ്ദൂം ഉൾപ്പെടെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഞങ്ങളുടെയൊക്കെ ഒരു ലീഡിംഗ് ലൈറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സമൂഹത്തെ കാണേണ്ടത്. ഒന്ന്. രണ്ടാമത്, ഈ ഭൂമിയിലെ
എന്ത് പേരിട്ട് വിളിച്ചാലും ഇപ്പൊ നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു തർക്കം ലോകഗുരുവാണ് ഇന്ത്യ എന്നൊരു വാദമാണ്. ആ തർക്കത്തെ ലോകഗുരുവാകുന്നത് എങ്ങനെയാണ്? ആ തർക്കത്തെ ഏറ്റവും സമർത്ഥമായി വ്യാഖ്യാനിച്ച് കണ്ട ഒരു പണ്ഡിതൻ, ഇസ്ലാമിക പണ്ഡിതനെ ഞാൻ കണ്ടു. അത് CH മുസ്തഫ മൗലവിയാണ്. അദ്ദേഹം പറയുന്നത് ലോകഗുരുവാണ് ഇന്ത്യ. എന്തുകൊണ്ടെന്നാൽ ലോകത്തിൽ ആദ്യമായി ഒരു വേദം ഉണ്ടാകുന്നത് ഋഗ്വേദമാണ്. ഇവിടെയെന്നല്ല, എവിടെയും, ലോകത്തിൽ എവിടെയും മനുഷ്യന്റെ കൈകളിൽ വിമോചനത്തിന്റെ ഒരു മാർഗം, ആത്മീയതയുടെ ഒരു മാർഗം, മോക്ഷത്തിന്റെ ഒരു മാർഗം, ഈ സൽക്കർമ്മത്തിന്റെ ഒരു മാർഗം, എത്തിക്സിന്റെ ഒരു മാർഗം, ധാർമ്മികതയുടെ ഒരു മാർഗം ചരിത്രത്തിൽ ആദ്യമായി ഭൂമിയിൽ മനുഷ്യന്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്നത് ഇന്ത്യൻ മണ്ണിലാണ്. അതിന്റെ പേര് ഋഗ്വേദമാണ്. ആ വേദത്തിന്റെ തുടർച്ചയാണ് പിന്നീട് വന്ന 3 വേദങ്ങൾ മാത്രമല്ല, ആ വേദങ്ങളുടെ തുടർച്ചയാണ് പിന്നീട് ലോകത്തിൽ എവിടെയും വന്ന വേദങ്ങൾ. ഈ പ്രവാചകന്മാർ എന്ന് പറയുന്നത് ഇതിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് ആദ്യത്തെ വേദം ലോകത്തിന് കൊടുത്തത് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ആത്മീയമായി ലോകത്തിന്റെ ഗുരു ഇന്ത്യയാണ് എന്ന് പറയാൻ 2 വട്ടം ആലോചിക്കേണ്ടതില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അവരുടെയൊക്കെ കർമ്മമാണ് വിലയിരുത്തേണ്ടത്, അവരുടെ വാക്കുകളാണ് വിലയിരുത്തേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞ ഇസ്ലാമിക സമൂഹത്തിൽ, തീർച്ചയായിട്ടും ഇസ്ലാമിക സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ഇതല്ല, മറുപക്ഷം തന്നെയാണ്. കാരണം ഇസ്ലാമിക സമൂഹത്തെ എടുക്കുമ്പോൾ അതൊരു സെമിറ്റിക് മതത്തിന്റെ ഐഡിയോളജിയിൽ അന്യമത വിദ്വേഷമുണ്ട്. കുഫർ എന്ന് പറയും. കാഫറേ എന്ന് വിളിച്ചാൽ ഞാൻ അല്ലാത്ത അപരത്വം എന്നാണ്. ഞാൻ ബാബുവേട്ടനെ കാഫർ എന്ന് വിളിച്ചാൽ, ബാലകൃഷ്ണൻ സാറിനെ കാഫർ എന്ന് വിളിച്ചാൽ, പ്രേമദാസൻ സാറിനെ കാഫർ എന്ന് വിളിച്ചാൽ നിങ്ങളൊക്കെ എന്റെ ശത്രുക്കളാണെന്നാണ് അർത്ഥം. എന്നാൽ അങ്ങനെയല്ല കുഫർ എന്ന വാക്കിന്റെ അർത്ഥമെന്നും. തന്റെ ഉള്ളിലെ മാലിന്യമുണ്ടല്ലോ, നിന്റെ ഉള്ളിലെ മാലിന്യം, ആ മാലിന്യമാണ് നിന്റെ ഉള്ളിലെ കുഫർ, അത് കഴുകിക്കളയടോ എന്ന് പറയുന്ന ഒരു വാദം, ഒരു വ്യാഖ്യാനം കൃത്യമായിട്ട് അത് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ചൊരു വാക്കാണ് ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മയുദ്ധം. ആരോട്? അവരനോട്. ഞാനല്ലാത്തവനൊന്നും ശരിയല്ല, അവനോടൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക. എന്നാൽ എന്താണ് ജിഹാദ്? എന്റെ ഉള്ളിൽ തന്നെ ഒരു അപരനുണ്ട്. എന്റെ ഉള്ളിൽ ദൈവീകത്വം എത്രയുണ്ടോ അത്ര തന്നെ സാത്താനുണ്ട്. ദൈവീകത്വത്തെ പൊലിപ്പിക്കുകയും സാത്താനെതിരായി യുദ്ധം ചെയ്യുകയും ചെയ്യുകയാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കുറവാകട്ടെ, പക്ഷേ അതിന്റെ മഹത്വം വളരെ വലുതാണ്. ഞാൻ പറഞ്ഞത് ഇത് പറയാനാണ്, വേറൊന്നുമല്ല. ഇങ്ങനെ വിശ്വസിക്കുന്ന കാലത്തും മഹാഭൂരിപക്ഷത്തിന് വോയിസ് ഉണ്ടാകുമ്പോഴും ആഭ്യന്തര ശത്രു ഉണ്ടോ എന്ന് ചോദിച്ചാൽ കർമ്മം കൊണ്ട് ആഭ്യന്തര ശത്രുത്വം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്ന എത്രയോ ശത്രുക്കൾ വ്യക്തികളായി, സംഘടനകളായി, പ്രസ്ഥാനങ്ങളായി, സ്ഥാപനങ്ങളായി രാജ്യത്തുണ്ട് എന്നത് വസ്തുതയാണ്. ആരൊക്കെ നിഷേധിച്ചാൽ. എത്ര ഉദാഹരണങ്ങൾ. പെന്റഗണിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്ര ദൂരമുണ്ട്? 3 മാസത്തെ ദൂരമേ ഉള്ളൂ. 2001 സെപ്റ്റംബർ 11 നിന്ന് 2001 ഡിസംബർ 13 ദൂരം 3 മാസവും 3 ദിവസവുമാണ്. ചെറിയ ദൂരമല്ല അത് എന്നർത്ഥം. ആലോചിച്ചു നോക്കൂ. അൽ-ഖായിദ എന്ന ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനം പെന്റഗണെ തകർത്തു. പെന്റഗണൊക്കെ തകർക്കുമ്പോൾ ഇത്തരം ആഭ്യന്തര ശത്രുക്കളൊക്കെ വരുന്ന വഴി നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഇവരാരും ഒറ്റക്കല്ല, ഒക്കെ കൂലിപ്പട്ടാളമാണ്, കൂലി തല്ലുകാരാണ്. ഈ രാജ്യത്ത് ഇന്ന് രാജ്യത്തിനെതിരായി വലിയ തോതിൽ അതിക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നവരൊന്നും വെറുതെ അല്ല, ഒക്കെ കൂലിക്കാരാണ്, കൂലി തല്ലുകാരാണ്. ആരുടെ എന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ തല്ലുണ്ടായത് എവിടെ വെച്ചാണ് എന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ മലബാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ഉദാഹരണം, എപ്പോഴാണ് ഇന്ത്യക്കാരൻ ആദ്യമായി തോറ്റത്? ആദ്യത്തെ അധിനിവേശ ശക്തി ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു ആണല്ലോ. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്, ഫ്രഞ്ചുകാരും ഡച്ചുകാരും വരുന്നതിന് മുമ്പ് 1498 മെയ് മാസം 20 കോഴിക്കോട് കടപ്പുറത്ത് അധിനിവേശത്തിന്റെ കാറ്റും കോളുമായി വന്ന ആദ്യത്തെ വൈദേശിക ശക്തി പോർച്ചുഗീസുകാരായിരുന്നല്ലോ. അവർ തോറ്റുകൊണ്ടേയിരുന്നു സാമൂതിരിയോട്. കാരണം സാമൂതിരിക്ക് വേണ്ടി അന്ന് പൊരുതിയിരുന്നത് തച്ചോളി ഉദയനൻ എന്ന വീര പോരാളി ഒരു ഭാഗത്ത്, കുഞ്ഞാലി മരക്കാർ എന്ന നാവികൻ അപ്പുറത്ത്, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മഖ്ദൂമിനെ പോലുള്ള അറബ് ലോകത്തിന്റെ അംബാസഡർമാരായി സാമൂതിരിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് തോന്നുന്നു എന്റെ അറിവിൽ 15ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ് ലോകത്തിലാദ്യമായി ലോകത്തോട് പറഞ്ഞത്, ആരാണ് ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായി ഒരു മുസൽമാന് ജീവിക്കാൻ പറ്റിയ നാട് ഏതാണ്? 51 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളല്ല, ഒരൊറ്റ ഇസ്ലാമിക രാഷ്ട്രവുമല്ല, ഒരു അറബ് രാജ്യവുമല്ല, അത് ഈ കാഫിര്യങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയാണ് എന്ന് പറഞ്ഞത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ്. ആ മഖ്ദൂം സാമൂതിരിയുടെ ഉപദേശകനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. കോഴിക്കോട് തുറമുഖത്തിന്റെ അധിപനായിരുന്ന ഷാ ബന്ദർ ഇബ്രാഹിം കോയ ഉണ്ടായിരുന്നു. അവര് ഖോജ, നമ്മൾ ഈ കോയ എന്ന വാക്ക് ഖോജ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്, സാമൂതിരി വിളിച്ചതാണ്. ഖോജ എന്ന് പറഞ്ഞാൽ മഹാൻ, വിശിഷ്ടൻ എന്നൊക്കെയാണ് അർത്ഥം. രാജ്യത്തെ സേവിച്ചിട്ട് കിട്ടിയ പേരാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. എന്നിട്ട് എപ്പോഴാണ് നമ്മൾ തോറ്റത്? പോർച്ചുഗീസുകാരോട് നമ്മൾ തോറ്റു. എങ്ങനെ?
പോർച്ചുഗീസുകാർക്കെതിരായി സാമൂതിരി എന്ന ഹിന്ദു രാജാവിന്, ഹിന്ദുവായ നായരായ ഏറാടിയായ സാമൂതിരി തമ്പുരാന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മഹാരാജാവ് ഭരിച്ചാൽ മതി, ലോകത്തിലെ ഏത് രാജ്യത്തെക്കാളും മുസൽമാന് സുരക്ഷിതമായി ജീവിക്കാവുന്ന രാജ്യം ഇതാ ഈ സാമൂതിരി മഹാരാജാവിന്റെ ഇന്ത്യയാണ്, കേരളമാണ് എന്ന് പറഞ്ഞൊരു കാലമുണ്ടല്ലോ. ആ രാജ്യത്തിന് വേണ്ടിയാണ് പൊരുതിയത്. എല്ലാവരും ചേർന്ന് ജാതി മത സമുദായ ഭേദങ്ങൾ മറന്ന് പൊരുതി. അതുകൊണ്ടാണ് ഈ ലോകനാർകാവില് തച്ചോളി ഉദയനന്റെ ക്ഷേത്രമുണ്ട്. ലോകനാർകാവില് അമ്മയുടെ ഉത്സവത്തിന്, സാംസ്കാരിക ഉത്സവത്തിന് 1-2 കൊല്ലം ഞാനും പോയിരുന്നു. അവിടെ ചെല്ലുമ്പോൾ കേൾക്കുന്നൊരു പാട്ട് വടക്കം പാട്ടാണ്. തച്ചോളി ഉദയനന്റെ പാട്ട് വടക്കം പാട്ടാണ്. കോട്ടക്കൽ അവിടെ പ്രധാനപ്പെട്ട ഒരു പാട്ട് ഈ തച്ചോളി ചന്തു ജാതിയൻ ചന്തു എന്ന് പറയുന്ന പാട്ടാണ്. ഞാൻ ഒരു പക്ഷേ അറിയാത്ത ചില വരികൾ കേട്ട് ഞെട്ടിപ്പോയി. ലോകനാർകാവിൽ അമ്മയ്ക്ക് വേണ്ടി വൈകുന്നേരം പാടുന്ന പാട്ടാണ്. കോട്ടക്കലോമന കുഞ്ഞാലിക്ക് തീയരും നായരും ഒന്നുപോലെ, കാവിൽ ഭഗവതി പൊന്നമ്മയ്ക്ക് മക്കത്തെ മക്കളും മക്കളാണ്. വെറുതെ അല്ല, രാജ്യത്തിന് വേണ്ടി പൊരുന്നവന് മക്കയും മദീനയും ഒന്നും തടസ്സമല്ല. അവന്റെ ദൈവം, അവന്റെ മണ്ണ്, അവന്റെ പുണ്യഭൂമി ഈ നാടാണ്. ഇത് അവന്റെ നാടാണെന്ന് ഓർക്കണം. അങ്ങനെ ഓർത്തവരുണ്ട്. അവർക്ക് വേണ്ടി പാട്ടുണ്ടായിട്ടുണ്ട്, വലിയ ഗാഥകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ വീര പുളകങ്ങൾ ഉണർത്തുന്ന പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതാണ്. അതുകൊണ്ട് ഇപ്പോഴാ തോറ്റത്. സാമൂതിരി ആദ്യമായിട്ട് തോറ്റത് എപ്പോഴാണ്? കുഞ്ഞാലിയും സാമൂതിരിയും തമ്മിൽ തെറ്റി. വെറുതെ തെറ്റിയതല്ല, പോർച്ചുഗീസ് കാരന്മാർ നടന്ന് തെറ്റിച്ചു. 4 ഹിന്ദുക്കളെ കാണുമ്പോഴൊക്കെ പറഞ്ഞു, കുഞ്ഞാലിയെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ കയറുവരി വിടണ്ടാട്ടോ, സൂക്ഷിച്ചോ, അവൻ എപ്പോഴെങ്കിലും ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചു കളയും എന്ന് പറഞ്ഞു. പാവം കുഞ്ഞാലി അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. നമ്മൾ ഇന്ന് അങ്ങനെ ആലോചിക്കാൻ പോലും പറ്റിയ ഒരു മനസ്സ് രൂപപ്പെട്ട കാലമല്ല കുഞ്ഞാലിയുടെ കാലം. കുഞ്ഞാലിയുടെ മുമ്പിൽ ഒരു തമ്പുരാനെ ഉണ്ടായിരുന്നുള്ളൂ. ആ തമ്പുരാന്റെ പേര് സാമൂതിരി തമ്പുരാൻ എന്നാണ്. പക്ഷെ അത് ആരെങ്കിലുമൊക്കെ വിശ്വസിച്ചു പോയിട്ടുണ്ടാകും. തിരിച്ചും എന്തൊക്കെ പറഞ്ഞാലും സാമൂതിരി ഹിന്ദുവാണ് കേട്ടോ, നായരാണ് കേട്ടോ, സവർണനാണ് കേട്ടോ എന്ന് ഈ പാവം മുസ്ലിങ്ങൾക്കിടയിലും ദളിതുകൾക്കിടയിലും ഒക്കെ പ്രചരിപ്പിച്ച അവസ്ഥയും ഉണ്ടായി. അവർ തമ്മിൽ പിണങ്ങുമ്പോഴാണ്, തെറ്റുമ്പോഴാണ് 2 കൊല്ലം നീണ്ടുവന്ന യുദ്ധം കുഞ്ഞാലിയുമായിട്ടുണ്ടാകുന്നത്. കുഞ്ഞാലി ഒടുവിൽ കീഴടങ്ങുമ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യം മലബാർ മാനുവലിൽ വില്യം ലോഗൻ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാനിതാ എന്റെ മഹാരാജാവിന് കീഴടങ്ങാം, നിങ്ങൾക്ക് കീഴടങ്ങില്ല. സാമൂതിരിക്ക് മുമ്പിലാണ് കീഴടങ്ങിയത്. പക്ഷേ സ്വകാര്യമായി ഉണ്ടാക്കി വെച്ചൊരു കരാറ് പ്രകാരം സാമൂതിരി അദ്ദേഹത്തെ പോർച്ചുഗീസുകാർക്ക് തന്നെ വിട്ടുകൊടുക്കുകയും അവർ ഗോവയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ വെടിവെച്ച് കൊന്ന് വെട്ടി നുറുക്കി ഉപ്പിലിട്ട തല കോഴിക്കോട്ടേക്ക് അയച്ചു കൊടുത്തു എന്നതൊക്കെ ചരിത്രമാണ്. കറുത്തൊരു അധ്യായമാണ്. പക്ഷേ അന്നു മുതൽ സംഭവിച്ചത് ഇത്രയും ആയി കഴിഞ്ഞപ്പോ നേരിട്ട് പോർച്ചുഗീസുകാർ വരികയും പിന്നീട് ദീർഘമായി കേരളത്തിൽ അവരുടെ പര്യടനം നടക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞ പരാജയം ആരംഭിച്ചത് അവിടെ നിന്നാണ്. എപ്പോഴാണോ രാജ്യത്തിന് വേണ്ടി മനുഷ്യൻ ഒരുമിച്ച് നിന്നത്, എപ്പോഴാണോ ഇന്ത്യൻ നെസ്സിന് വിജയം ഉണ്ടായത്, അപ്പോഴൊക്കെ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ സാമ്രാജ്യത്വം തോറ്റിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴാണോ ഭിന്നിക്കാൻ തുടങ്ങിയത്, എപ്പോഴാണോ വർഗീയ ശക്തികൾ വളരെ സമർത്ഥമായി നാടിനെ ഭിന്നിപ്പിക്കാൻ ഇറങ്ങിയത്, അപ്പോഴൊക്കെ നമ്മൾ തോറ്റിട്ടുണ്ട്. ഇത് ചരിത്രത്തിലെ പഴയൊരു ഉദാഹരണമാണ്. പുതിയ കാലത്തും അത്തരം ധാരാളം മാതൃകകളും ഉദാഹരണങ്ങളും നമുക്ക് പറയാൻ പറ്റും. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പെന്റഗൺ തകർക്കാൻ പോയ ശക്തി, അൽഖായിദ എന്ന ശക്തി എവിടുന്ന് വന്നതാണ്? സാമ്രാജ്യത്വവുമായി ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് ഹാങ് ഓവർ കൊണ്ടല്ല, വാസ്തവമാണത്. ആലോചിക്കേണ്ടതാണ്. പെന്റഗൺ തകർക്കാൻ ആരാണ് ബിൻ ലാദൻ? ഞാൻ ബിൻ ലാദന്റെ ചരിത്രം ദീർഘമായി പഠിക്കാൻ പോവുകയും അദ്ദേഹത്തെ കുറിച്ചൊരു പുസ്തകം എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അറേബ്യയിൽ ഇരുന്ന് എഴുതിയത് കൊണ്ട് അത് ഫിക്ഷനാണ് എന്ന് പറയേണ്ടി വന്നു എന്ന് മാത്രം. ഞാൻ പറഞ്ഞത് ആരാണ് ബിൻ ലാദൻ? അമേരിക്കയുടെ സകലമാന ഒത്താശയും സാമ്പത്തിക സഹായവും ആയുധവും പരിശീലനവും കൊടുത്ത് വളർത്തിയതാണ്. എന്തിന്? അന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അമേരിക്കയുടെ ശത്രു. സോവിയറ്റ് യൂണിയൻ തകർക്കാനുള്ള എളുപ്പ വഴി സോവിയറ്റ് യൂണിയന്റെ തൊട്ടടുത്ത രാജ്യമായ അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികളുടെ കൂടെ നിൽക്കുകയും അവരുടെ കവറിൽ അവരുടെ മറയിൽ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുകയും ചെയ്യാൻ അതിനാണ് കയറ്റിവിട്ടത്. തീർന്നു. അവസാനമായി കാബൂളിലേക്ക് കെയ്റോയിൽ നിന്ന് ന്യൂയോർക്കിൽ നിന്ന് അവസാനമായി വിമാനം കയറുമ്പോൾ ബിൻ ലാദൻ വിമാനം കയറുമ്പോൾ അവസാനത്തെ അത്താഴം അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂടെയായിരുന്നു എന്നാണ് ചരിത്രം. അതുകൊണ്ട് പക്ഷേ സോവിയറ്റ് യൂണിയൻ ലക്ഷ്യം നേടിക്കഴിഞ്ഞപ്പോ ആശാന്റെ നെഞ്ചത്തേക്ക് തിരിഞ്ഞു. അങ്ങനെയാണ് അമേരിക്കയെ ആക്രമിക്കാൻ തീരുന്നത്. സോവിയറ്റ് യൂണിയൻ ഇല്ലാതിരുന്നെങ്കിൽ, സോവിയറ്റ് യൂണിയൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയാണ്. അമേരിക്ക കഴിഞ്ഞാൽ 2 ശത്രുക്കൾ കൂടി ഉണ്ട് എന്ന് ബിൻ ലാദൻ അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചത് ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. 2 ശത്രുക്കളാണ്. ഒന്ന് ഇസ്രായേലാണ്, ഒന്ന് ഇന്ത്യയാണ്, സാക്ഷാൽ ഇന്ത്യ. അതുകൊണ്ട് ഇവരുടെയൊക്കെ പട്ടികയിൽ ഉണ്ട് നമ്മൾ എന്ന് ഓർക്കാൻ വെറുതെ അല്ല. പെന്റഗണിൽ നിന്ന് 3 മാസം, കൃത്യം 3 മാസവും 3 ദിവസവും കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ നേരെ വന്നു. അന്നവന്റെ പേര് വേറെയാണ്. എന്റെ പേരിൽ എന്തിരിക്കുന്നു? ജയ്ഷെ മുഹമ്മദ്.
ആലോചിച്ച് നോക്കൂ. ലഷ്കർ-എ തൊയ്യബ, പേര് കേട്ട ഭയങ്കര തമാശയാണ്. സർവശക്തനായ ദൈവത്തിന്റെ രക്ഷക്ക് പാവം കീടങ്ങളുടെ പട്ടാളം ഉണ്ടാക്കുന്ന ഒരുത്തന്റെ പേരാണ് ലഷ്കർ-എ തൊയ്യബ എന്ന് പറയുന്നത്. ആലോചിച്ചു, ദൈവത്തിന്റെ രക്ഷക്ക് പട്ടാളം. ജയ്ഷെ മുഹമ്മദ്, ഭൂമിയിലെ അവസാനത്തെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ രക്ഷയ്ക്ക് വേണ്ടി. മുഹമ്മദ് നബി ആരോടും രക്ഷയ്ക്ക് വേണ്ടി പട്ടാളം ഉണ്ടാക്കിയിട്ടില്ല. ആത്മരക്ഷാർത്ഥം നാട് വിട്ട് ഓടേണ്ടി വന്നപ്പോൾ നാട് വിട്ട് ഓടിയവനാണ്, ഭീരുവായതുകൊണ്ടല്ല, കലാപമല്ല ശരി എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ്. അങ്ങനെ പോയ ഒരാളാണ്. അദ്ദേഹത്തിന് വേണ്ടി ഇപ്പൊ പട്ടാളം ഉണ്ടാക്കുന്നു. അതിന്റെ പേരാണ് ജയ്ഷെ മുഹമ്മദ്. ഇതൊക്കെയാണ് അതിന്റെ സ്ഥിതി. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിനെ ആക്രമിച്ചു. അതുകൊണ്ട് ആഭ്യന്തര ശത്രുക്കൾ വരുന്ന വഴികൾ ഏതൊക്കെയാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഒരുപാട് വഴികളിലൂടെ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്നിപ്പോ വേറെയും ഉണ്ട്. ഇന്നിപ്പോ പാർലമെന്റ് ആക്രമണം ഒരിക്കലല്ലേ വന്നുള്ളൂ, 2001 ഡിസംബർ 13 പിന്നെ വന്നില്ലല്ലോ. ആര് പറഞ്ഞു വന്നില്ല എന്ന്? പാർലമെന്റിന് നേരെ വെച്ചില്ല എന്നേ ഉള്ളൂ. പാർലമെന്റിലേക്ക് കൊള്ളുന്ന വിധത്തിൽ, പാർലമെന്റിനെ ശിഥിലമാക്കുന്ന മട്ടിൽ, നമ്മുടെ ഭരണകൂടത്തെ വികലമാക്കുന്ന മട്ടിൽ, ഭരണകൂടത്തെ അങ്ങേയറ്റം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അത് ചിലത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കൂ. വംശീയ വികാരം ഇപ്പോ ഇന്ത്യയോടൊപ്പം ഉണ്ടായ ചില രാജ്യങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. എന്തിനാണ് ബലൂചിസ്ഥാനിൽ, പാകിസ്ഥാന്റെ ഒരു ട്രെയിൻ ബലൂചിസ്ഥാനിൽ, എന്താ പാകിസ്ഥാന്റെ പ്രശ്നം? പാകിസ്ഥാൻ എന്താ പ്രശ്നം? ഇന്ത്യയിലെ ഹിന്ദുവും മുസൽമാനും 2 രാഷ്ട്രങ്ങളാണ്. ഞാനും എന്റെ അയൽപക്കത്ത് ജീവിക്കുന്ന ബാബുവേട്ടനും 2 ദേശങ്ങളാണ്. ഞങ്ങൾക്ക് ഒരു ദേശത്ത് ജീവിക്കുക വയ്യ, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തം ദേശം വേണമെന്ന് ചോദിച്ചു വാങ്ങി പോയവർ അന്ന് വിചാരിച്ചത് മതത്തിന്റെ പേരിൽ ദേശം ഉണ്ടാക്കിയ അത് അങ്ങനെ സർവ്വകാലത്തേക്ക് സുരക്ഷിതമായി നിൽക്കുന്ന. എന്നിട്ടാണ് പാകിസ്ഥാൻ എന്ന പേരിട്ടത്. പാകിസ്ഥാൻ എന്ന പേര് തന്നെ 5 രാജ്യങ്ങൾ ചേർന്നാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പാകിസ്ഥാൻ എന്ന പേര് 1933 ചൗധരി റഹ്മത്ത് അലി എന്ന ഒരു പാകിസ്ഥാൻ ബുദ്ധിജീവിയായ വിദ്യാർത്ഥി, ഒരു 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 റിസർച്ച് സ്കോളർ, ലണ്ടനിൽ വെച്ചിട്ട പേരാണ്. P ഫോർ പഞ്ചാബാണ്, A ഫോർ അഫ്ഗാനിസ്ഥാനാണ്, K ഫോർ കാശ്മീരാണ്, S ഫോർ സിന്ധാണ്. സ്ഥാൻ എന്ന അതിനോട് ചേർത്തത് ബലൂചിസ്ഥാന്റെ ലാസ്റ്റ് സിലബിൾ ചേർത്തിട്ടാണ് ബലൂചിസ്ഥാൻ. എങ്ങനെയാണ്? എന്താ അതിന്റെ അർത്ഥം? ഇതൊന്നും ഒരു രാജ്യമല്ല. ഈ രാജ്യങ്ങളൊക്കെ സാംസ്കാരികമായി പലതാണ്. ഈ സാംസ്കാരികമായ പലതിന്റെ ഒരുമ, അതിനെ ഒന്നിപ്പിക്കുക. എന്തുകൊണ്ട്? മതം എന്ന നൂലുകൊണ്ട് അങ്ങോട്ട് കെട്ടി വരിഞ്ഞാൽ ഇതൊക്കെ ഒന്നാവുന്ന. എത്ര കാലം നിന്നു? 1971 കിഴക്കൻ പാകിസ്ഥാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾ വേറെയാണ്. എങ്ങനെ ഞങ്ങൾ വേറെയാണ്? ഞങ്ങൾക്ക് ഇസ്ലാം ഉണ്ടാകും, നിങ്ങൾക്കും ഇസ്ലാം ഉണ്ടാകും, അതുകൊണ്ടൊരു ദേശം ഉണ്ടാവില്ല. ദേശം ഉണ്ടാക്കുന്നത് സംസ്കാരമാണ്, മതമല്ല എന്നവർ പറഞ്ഞു. കാരണം ഞങ്ങൾ ബംഗാളികളാണ്, ഞങ്ങളുടെ ഭാഷ ബംഗാളിയാണ്, നിങ്ങളുടെ ഭാഷ ഉറുദുവാണ്, ഞങ്ങളുടെ നദി വേറെയാണ്, ഞങ്ങളുടെ കൃഷി വേറെയാണ്, ഞങ്ങളുടെ ഭക്ഷണം വേറെയാണ്, ഞങ്ങളുടെ വസ്ത്രം വേറെയാണ്, ഞങ്ങളുടെ ആചാരമര്യാദകൾ വേറെയാണ്, ഞങ്ങളുടെ ഉപചാരം വേറെയാണ്, ഞങ്ങളുടെ സംസ്കാരം വേറെയാണ്, നിങ്ങളുടെ സംസ്കാരം വേറെയാണ്. പോടോ. 1971 അവർക്ക് വിമോചനം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ സഹായിച്ചു. അങ്ങനെയാണല്ലോ ബംഗ്ലാദേശ് ഉണ്ടാകുന്നത്. കിഴക്കൻ പാകിസ്ഥാൻ പോയി, 71 തന്നെ പോയി. ഇപ്പൊ പാകിസ്ഥാനകത്ത് നടക്കുന്നത് ഈ 5 കഷ്ണങ്ങൾ വെട്ടിമുറിക്കാനുള്ള ശ്രമമാണ്. നമുക്കൊക്കെ ആയുസ്സുണ്ടെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പാകിസ്ഥാനിലെ ഈ ഉപദേശീയതകളൊക്കെ തന്നെ വെട്ടിമുറിച്ച് വേറെ വേറെ രാജ്യങ്ങളാകുന്നത് നമ്മൾ കാണേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻനെസ് എന്നൊരു വികാരം ആ രാജ്യത്തെ നയിക്കുന്നില്ല. ഇന്ത്യൻനെസ് എന്ന് പറയുന്നത് സംസ്കാരമാണ് മക്കളെ, ദേശം എന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ്. ഇന്ത്യൻനെസ് ആണ്, ഇൻക്ലൂസീവ്നെസ് ആണ്. ഇൻക്ലൂസീവ്നെസ് അത് പണ്ട് പറഞ്ഞല്ലോ. 1893 900 2 തവണ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പോയി പറഞ്ഞു. 2 തവണയാണ് സ്വാമി പോയി പറഞ്ഞത്, ഒന്നല്ല. 893 പോയി, പിന്നെ 900 ചെന്നു. 2 തവണ അദ്ദേഹത്തോട് ചോദിച്ചു, സ്വാമി വാട്ട് ഈസ് ദ ഗ്ലോറി ഓഫ് ഇന്ത്യൻനെസ്? എന്തോന്ന് കുന്തമാണ് ഈ ഇന്ത്യൻനെസ് എന്ന് ഈ പറയുന്നത്? സ്വാമി പറഞ്ഞു, ഒരു ചെറിയ വ്യത്യാസമുണ്ട് നിങ്ങളും ഞങ്ങളും തമ്മിൽ. നിങ്ങളൊക്കെ ഞങ്ങളുടെ സഹോദരന്മാരാണ്, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക. വിശേഷണമൊക്കെ ശരിയാണ്, സഹോദരങ്ങളാണ്. പക്ഷേ ഞങ്ങൾക്കുള്ള ഒരു ബോധതലത്തിൽ നിങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല. ആരോടാണ് ഈ പറയുന്നത്? പുരോഗതിയുടെ അങ്ങേ തട്ടിൽ എത്തി നിൽക്കുന്ന പടിഞ്ഞാറൻ ലോകത്തോടാണ് ഈ പറയുന്നത്. ലോകത്തിലെ 45 മതങ്ങളുടെ പ്രതിനിധികൾ വന്നവരോടാണ് പറയുന്നത്. വേൾഡ് റിലീജിയസ് അസംബ്ലി ആണല്ലോ, അവിടെയാ പറയുന്നത്. എന്താ നിങ്ങൾക്കുള്ള മഹത്വം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെയൊക്കെ സംസ്കാരത്തിലും നിങ്ങളുടെയൊക്കെ ടെക്സ്റ്റിലും നിങ്ങളുടെയൊക്കെ അജണ്ടയിലും നിങ്ങളുടെയൊക്കെ ഫിലോസഫിയിലും ആഴത്തിൽ വേരൂന്നിയ ഒരു വലിയ ചെകുത്താനുണ്ട്, അത് ഞങ്ങളുടെ രാജ്യത്തില്ല. ഏതാണ് ആ വാക്ക് എന്ന് പത്രക്കാർ ചോദിച്ചു. സ്വാമി പറഞ്ഞു, എക്സ്ക്ലൂഷൻ എന്ന വാക്കാണ്. എക്സ്ക്ലൂഷൻ എന്ന വാക്കില്ല, ഞങ്ങൾ ഇൻക്ലൂസീവാണ്. വന്ന എല്ലാവരെയും ഒരു അമ്മയെ പോലെ ചേർത്ത് പിടിച്ചിട്ട്, വന്നവരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ഭാരതാംബ എന്ന സങ്കല്പം ഉണ്ടായി. വന്നവരോടൊന്നും എന്തേ പോന്നു, എപ്പോഴാ പോണ് എന്ന് ചോദിച്ചിട്ടില്ല. ചോദിച്ചത് എന്താണെന്നറിയോ? എന്ത് വേണം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് മണ്ണ് വേണം, പെണ്ണ് വേണം, പള്ളി വേണം. അങ്ങനെയാണ് ഈ മാപ്പിളമാരൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ ഞങ്ങളൊന്നും ഇല്ല.
മാപ്പിള എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് മാത്രമല്ല, വന്ന എല്ലാവരും മാപ്പിളമാരാണ്. യഹൂദ മാപ്പിള, ജോനക മാപ്പിള, അറിയാലോ, നസ്രാണി മാപ്പിള, വർഗീസ് അഹമ്മദ് മാപ്പിള മാത്രമല്ല, വർഗീസ് മാപ്പിളയുണ്ട്. ഞാൻ പറയുന്നത് ഈ മാപ്പിള എന്ന വാക്കുണ്ടായത് അങ്ങനെയാണ്. പിള്ളമാരാണ് മാപ്പിളമാര്, അമ്മയുടെ മക്കളാണ്. പിള്ളമാരാണ് മക്കൾ എന്ന് പറഞ്ഞാൽ അമ്മമാരൊന്നും ഒക്കെ ഇവിടുത്തുകാരാണ്. പെണ്ണ് ചോദിച്ചപ്പോൾ പെണ്ണ് കൊടുത്തു, പള്ളി ചോദിച്ചപ്പോൾ പള്ളി കൊടുത്തു. അങ്ങനെയാണല്ലോ ഈ പള്ളികളൊക്കെ പള്ളിയാണല്ലോ. മുസ്ലിം പള്ളി മാത്രമല്ല, യൂതപ്പള്ളിയും ക്രിസ്ത്യാനി നസ്രാണി പള്ളിയൊക്കെ പള്ളിയാണ്, ഒക്കെ പള്ളിയാണ്. എല്ലാവർക്കും പള്ളി കൊടുത്തു, എല്ലാവർക്കും പെണ്ണ് കൊടുത്തു, പിന്നെ മണ്ണ് കൊടുത്തു, ജീവിക്കാൻ അവസരം കൊടുത്തു. അങ്ങനെയാണ്. ഇതിന് പിറ്റേ വെറുതെ അല്ല കേട്ടോ, അതുകൂടി ഓർക്കണം. അതാരും ഓർക്കുന്നില്ല, വേണ്ട വിധം ഓർക്കുന്നില്ല എന്നാണ് എന്റെ ഒരു പരാതി. ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എല്ലാ യോഗത്തിലും പറയാറുണ്ട്, നിങ്ങൾ എന്ത് ഈ രാജ്യത്തിന് തിരിച്ചു കൊടുത്തു? ഒന്നാമത്തേത് ഒരു പ്രതിജ്ഞയാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പ്രതിജ്ഞയാണ്. എന്താണത്? ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ മരിച്ചിട്ട് വല്ല പ്രയോജനവും ഉണ്ടെങ്കിൽ രാജ്യത്തിന് വേണ്ടി മരിക്കണം, രാജ്യത്തിന് വേണ്ടി മരിക്കണം. ഞാൻ പഠിപ്പിച്ച പാഠമല്ല, വലിയ ആത്മീയാചാര്യന്മാരുടെ പാഠമാണ്. അവരുടെ സ്വരം വല്ലാതെ ഫീബിളായി പോകുന്നുണ്ട്, വല്ലാതെ മങ്ങിപ്പോകുന്നുണ്ട്, വല്ലാതെ താണു പോകുന്നുണ്ട്. അതിന്റെ ഇന്റൻസിറ്റി കൂട്ടണം. അതിനാണ് ഞങ്ങളൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇന്റൻസിറ്റി കൂട്ടണം. രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള മുസൽമാന്മാരുണ്ടാകണം. പടച്ചോന് വേണ്ടി മരിച്ചിട്ട് അവിടെ ഈ ഊർലിങ്ങളെ കിട്ടുമത്രേ. ആർക്ക് വേണം സ്നേഹിതന്മാരെ? ഞാൻ ആലോചിച്ച് നോക്കൂ. അതാണ് ഇന്ത്യൻനെസ് എന്ന് പറയുന്ന ഒരു കാര്യം. അതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാലത്ത് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകേണ്ടത്. ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ വലിയ തരത്തിലുള്ള ആഭ്യന്തര ശത്രുക്കളുണ്ട്. ഒന്ന് നേരിട്ട് വന്ന് സാമ്രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ട് അതിന്റെ ഏജന്റുമാരായി ചാരപ്പണി എടുക്കുന്നവരുണ്ട്. ഇല്ല എന്നാര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അത് പല തരത്തിലാണ് നമ്മൾ കാണുക. ഇപ്പോ വലിയൊരു വിവാദ വിഷയമാണ് ഇപ്പോ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നതും വിശദീകരിക്കുന്നതും വേറെ തരത്തിലാണ്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ലവിന് വേണ്ടിയുള്ള ജിഹാദായിരിക്കണം. ശുദ്ധമായ പ്രണയം, ഭൂമിയിൽ ഏറ്റവും മനോഹരമായ ഏറ്റവും സംശുദ്ധമായ ഒരു വികാരത്തിന്റെ പേരാണ് പ്രണയം. അതിനകത്ത് മതമുണ്ടോ? ഇല്ല. സമ്പത്തുണ്ടോ? ഇല്ല. രക്ഷിതാക്കളുണ്ടോ? ഇല്ല. സമൂഹമുണ്ടോ? ജാതിയുണ്ടോ? മതമുണ്ടോ? ഇല്ല. നിർക്കുന്നം കടപ്പുറത്തെ മുക്കുവത്തി പെണ്ണിന് അഥവാ കറുത്തമ്മയ്ക്ക് മരണത്തിന്റെ പിറ്റേന്നെങ്കിലും പരീക്കുട്ടിയുടെ കൂടെ ഉറങ്ങാമെന്ന് തീരുമാനിക്കുന്ന കലാപത്തിന്റെ പേരാണ് പ്രണയം. അവിടെ ആരും ജാതി ചോദിക്കാറില്ല, മതം ചോദിക്കാറില്ല. അതിന്റെ പേരാണ്. സാവിത്രി അന്തർജനത്തിന്റെ മുമ്പിൽ എല്ലാ വിളക്കുകളും അണഞ്ഞു പോകുമ്പോ ജാതിക്കും മതത്തിനും അതീതമായി ചാത്തൻ കൊലയന്റെ മാടം മതിയും തീരുമാനിക്കുന്നുണ്ടല്ലോ. അതിന്റെ പേരാണ് ദുരവസ്ഥ എന്ന് പറയുന്നത്. ആ ദുരവസ്ഥയുടെ പേര് ജാതിക്കെതിരായ കലാപമാണ്, അതും പ്രണയമാണ്. ഇതൊക്കെയാണ് പ്രണയം. വിശുദ്ധമായ ആ വികാരത്തിൽ മതം ചാർത്തുന്നവൻ ആര്? അവൻ രാജ്യത്തിന്റെ ശത്രുവാണ്, ഒരു തർക്കവും വേണ്ട. എത്ര വിശ്ര വിവാഹങ്ങൾ ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്നു, ഇന്നും ഉണ്ടാകുന്നുണ്ട്. ആർക്കെങ്കിലും വിരോധമുണ്ടോ? പക്ഷെ പ്രശ്നം വരുന്നത് ഇപ്പൊ ആളുകൾ ചോദിക്കുന്നത് ഈ ലവ് ജിഹാദ് ഉണ്ടോ? എന്നോട് ബാബുവേട്ടനോടൊക്കെ നിരം ചോദിക്കും. ഞാൻ പറയുന്ന ഉത്തരം ലവ് ജിഹാദ് ഉണ്ട് എന്നതിന് എന്താ നിങ്ങൾക്ക് തെളിവ്? എന്റെ നെഞ്ചിനകത്ത ഉദാഹരണം, നെഞ്ചിൽ കൊണ്ട ഉദാഹരണങ്ങൾ, അനുഭവങ്ങൾ ഞാൻ ധാരാളം പറയാം. ഉണ്ട്, ഞാൻ പറയാം. അതുപോലെ കേസുണ്ടോ? കേസ് എല്ലാ കേസും ഒരുപോലെയല്ല. കള്ളു കുടിച്ച് തല്ലുണ്ടാക്കിയതുപോലെ അല്ല പ്രണയ വിവാഹത്തിന്റെ കേസ്, ലവ് ജിഹാദിന്റെ കേസ്. കേസ് കൊടുക്കുന്നത് രക്ഷിതാക്കളായിരിക്കണം. അവർക്ക് അവരുടെ അന്തസ്സുണ്ട്, അവർ കുടുംബത്തിന്റെ ഭാവിയുണ്ട്, പെൺകുട്ടിയുടെ ഭാവിയുണ്ട്. ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ പലപ്പോഴും നിയമ നടപടിക്ക് തടസ്സം നിൽക്കും. അതുകൊണ്ടാണ് കേസിൽ പോകാത്തത്. അതുകൊണ്ട് കേസുണ്ടോ എന്നല്ല, കേസുകൾ വളരെ എണ്ണം കുറവാണ്. എന്നാൽ കേസുകളിൽ വന്നിട്ടുള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ കേസുകൾ നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പ്രണയത്തിൽ എവിടെയാണ് മതം? മതം സത്യത്തിൽ വലിയ കള്ളന്മാരുടെ തട്ടിപ്പിന്റെ പേരല്ലേ? കേരളം കണ്ട ഏറ്റവും വലിയ ലവ് ജിഹാദിന്റെ കണക്ക് കുറച്ച് സാഹസികമായിട്ടാണ് ഞാൻ പറയാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെതായ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ നിന്ന് പോയ ഒരു മുസ്ലിം ലീഗ് നേതാവ് നമ്മുടെ പാർലമെന്റിൽ ഇരുന്നുകൊണ്ടാണ് 67 വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള മാധവിക്കുട്ടി എന്ന മലയാളത്തിന്റെ എന്നല്ല, ലോകത്തിന്റെ അത്യപൂർവമായ ഒരു പ്രതിഭയാണ് മാധവിക്കുട്ടി. അവരെ പ്രണയം നടിച്ച് പറ്റിച്ചിട്ട് അവരുടെ മുമ്പിൽ തട്ടിപ്പിനെ വെക്കുകയാണ്. മതം മാറുമോ? എന്നാ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു. എന്ത് മതം? പ്രണയത്തിന്റെ മുമ്പിൽ എന്ത് മതമെടോ എന്ന് ചോദിച്ചതാണ്. എനിക്ക് മാറാൻ എന്തിരിക്കുന്നു, നിനക്ക് ഞാനൊരു വേഷം കെട്ടാം, പർദ്ദ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് വേഷം ധരിച്ച് പുറത്തിറങ്ങിയതേ അവർക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ അവരുടെ ഫോൺ എടുത്തിട്ടില്ല. മരിച്ചിട്ട് എത്ര കാലമായി ആലോചിച്ചു നോക്കും. മരിച്ചിട്ടിപ്പോ 2009 മരിച്ചത് അല്ലേ? 99 മതം മാറിയിട്ട് 10 കൊല്ലം അവർ ജീവിച്ചല്ലോ. പക്ഷെ അത് ആരും പറയാൻ മടിച്ച കാലത്ത് മഹാബുദ്ധിജീവികളും നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ പറയാൻ മടിച്ചപ്പോ ഇത് ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. ഞാൻ പറയേണ്ടി വന്നു. മറ്റാരും പലരോടും പറയാൻ ആവശ്യപ്പെട്ടിട്ടും പറഞ്ഞില്ല. പറഞ്ഞപ്പോ ഇന്നിപ്പോ എന്നോട് പലരും ചോദിക്കും. ഇന്നിപ്പോ കേരള നിയമസഭയിൽ വന്നു, KT ജലീൽ പൊട്ടിത്തെറിച്ചത് പറഞ്ഞു. പലരും പറഞ്ഞല്ലോ, പൊട്ടിത്തെറിച്ച് പറഞ്ഞു. പക്ഷേ
ഇപ്പൊ ചില ആളുകള് ഞങ്ങളോടൊക്കെ ചോദിക്കുന്നത് ഈ 99 നടന്നിട്ട് ഈ അഹമ്മദ് മാഷും ബുദ്ധിജീവികളൊക്കെ എവിടെയായിരുന്നു, ഇതുവരെ ആരും മിണ്ടിയില്ലല്ലോ എന്നാ. ഞാൻ കഴിഞ്ഞ ഒരു മാസമായി ജെ രാജശേഖരൻ നായരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. JRS അറിയാത്തവരറിയണം, പലപ്പോഴും ഒക്കെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കണം ബാബുട്ട. മലയാളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇന്ത്യൻ ജേർണലിസ്റ്റുകളിൽ അത്യപൂർവമായ ധീരത പ്രകടിപ്പിച്ച ഇത്രമേൽ സത്യസന്ധനായ ഒരു ജേർണലിസ്റ്റിന്റെ പേരാണ് ജെ രാജശേഖരൻ നായർ. അദ്ദേഹം മാഗ്ന ഗ്രൂപ്പിന്റെ സാവിയിലും സൊസൈറ്റിയിലും ഒക്കെയാണ് പ്രവർത്തിച്ചത്. ഇംഗ്ലീഷ് പത്രങ്ങളായതുകൊണ്ട് കണ്ടില്ല. പക്ഷേ 99 ഡിസംബർ മാസം 14 മാധവിക്കുട്ടി മതം മാറുന്നത്. അതേ മാസത്തെ സാവി മാഗസിനിൽ അദ്ദേഹം എഴുതി, സൊസൈറ്റി മാഗസിനിൽ എഴുതി. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്ന് കാണിച്ചു. എന്നോട് ചോദിക്കുന്നുണ്ട്, സാർ ഇതൊന്നും മാധവിക്കുട്ടി ജീവിച്ചിരുന്ന കാലത്ത് ആരും എഴുതിയില്ലല്ലോ. അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നോട് പറയും, എന്റെ മുമ്പിലേക്ക് വലിച്ചിട്ടുന്നത്. ആ മാസം അദ്ദേഹം എഴുതിയിരുന്നു. ഇതൊക്കെ നടന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും, പക്ഷെ മിണ്ടിയില്ല, മൂടി വെച്ച്. അതുകൊണ്ട് ഇത്തരത്തിൽ മതപരിവർത്തനത്തിന്റെ ആഗോള അജണ്ടയുമായി വിദേശ മൂലധനത്തിൽ തടിച്ചു കൊടുക്കുന്ന ശക്തികളുണ്ട്. അവരെ ആഭ്യന്തര ശത്രുക്കൾ എന്നല്ല, അത് പ്രണയത്തിനെതിരായതുകൊണ്ടല്ല. ഈ നാട് പ്രണയത്തിനെതിരല്ല. എത്രയെത്ര മനുഷ്യന്മാർ പ്രണയിച്ച് ജാതിയും മതവും മറന്ന് ജീവിക്കുന്നവരുണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. പ്രണയത്തിൽ മതം കലർത്തുമ്പോഴാണ് ഈ രാജ്യത്തിനെതിരായി പണിയെടുക്കുന്നവരുടെ ഒരു ഗണത്തിലേക്ക്, രാജ്യവിരുദ്ധമായ മതചിന്തയിലേക്ക് ഒരു ഇന്ത്യൻ പൗരത്വമുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി നശിപ്പിക്കുന്നതിനാണ് ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. അത് കേസുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ല, ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ട. അത്തരം സംഭവങ്ങളുണ്ടോ? NIA തന്നെ കണ്ടെത്തിയ കേസുകളുണ്ട്. പക്ഷെ കണ്ടെത്തിയ കേസുകളെക്കാൾ പെരുപ്പിച്ചു പറയുന്ന, തീർച്ചയായിട്ടും കലാകാരന്മാർ അങ്ങനെയൊക്കെ ചെയ്യും. കലാകാരന്മാർക്ക് പെരുപ്പിച്ചു പറയാൻ അവകാശമുണ്ട്. നമ്മുടെ നാട് ഇന്ന് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. സത്യസന്ധം എന്തെങ്കിലുമൊക്കെ കലാസൃഷ്ടികൾക്കെതിരെ അനാവശ്യമായ വിവാദങ്ങൾ, അതൊക്കെ അവഗണിക്കുകയാണ് ഏറ്റവും നല്ല വഴി. ഞാൻ ഉദാഹരണം, ഇപ്പോ എമ്പുരാൻ സിനിമയെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കണ്ടോന്നറിയാം? എമ്പുരാൻ സിനിമ എങ്ങനെ വിജയിച്ചു എന്ന് വെച്ചാൽ വിവാദം കൊണ്ട് വിജയിച്ചു. സിനിമയ്ക്ക് മുമ്പ് തന്നെ അതിന്റെ മുടക്ക് മുതൽ കിട്ടി. സിനിമ റിലീസ് ചെയ്യുന്നതിന് മാർച്ച് 27 മുമ്പ് കിട്ടി. അത് കഴിഞ്ഞിട്ട് 5 ദിവസം കൊണ്ട് 500 കോടിയുടെ ക്ലബിൽ കയറി. ഇനി വല്ലതും കിട്ടാൻ ബാക്കിയുണ്ടോ? അത് രണ്ടു കൂട്ടരും ഇത് ഗുജറാത്ത് കലാപമാണ്, ശരിയല്ല എന്ന് പറഞ്ഞവരും എന്നാ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു പോയവരും, ഇത് 24 കട്ടിംഗ് വരാൻ പോകും, എന്നാൽ കട്ടിംഗ് വരുന്നതിന് മുമ്പ് കാണണമല്ലോ എന്ന് പറഞ്ഞവരും ഒക്കെ കൂടി വിജയിച്ചു. ഇന്നത്തെ പത്രം നിങ്ങൾ കണ്ടോന്നറിയില്ല, ഈ പണി കേരളത്തിൽ നിന്ന് കിട്ടാനുള്ളത് വാരി കൂട്ടാനുള്ളതൊക്കെ വാരി കഴിഞ്ഞപ്പോ തമിഴ്നാട്ടിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? വൈക്കോയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. വൈക്കോ ചില്ലറക്കാരനല്ല കേട്ടോ, ആത്യന്തികമായി തീവ്രവാദിയാണ്. തമിഴ് പുലികളെ പരസ്യമായി പിന്തുണച്ച ഒരാളാണ് വൈക്കോ. ഹിന്ദി വിരുദ്ധ സമരം തമിഴ്നാട്ടിൽ ആദ്യം ആരംഭിക്കുകയും ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് വൈക്കോ. MDMA അല്ലെ, എന്താണ് MDMK, മറുമലർച്ചി അല്ല, അങ്ങനെ എന്തായാലും പേര്, മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴക, MDMKയുടെ നേതാവാണ്. ആരാണ് അദ്ദേഹത്തിന് കൊണ്ടുപോയി ഏർപ്പാട് കൊടുത്തതെന്നറിയില്ല. ഇന്ന് രാവിലെ ഞാൻ ഉണരുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടാണ്. എന്താ സ്റ്റേറ്റ്മെന്റ് എന്നറിയോ? എമ്പുരാൻ എന്ന സിനിമ ഗുജറാത്തിനെതിരെ മാത്രമല്ല തമിഴ്നാട്ടിനും എതിരാണ്. എന്താ കാരണം? തമിഴ്നാട്ടില് ഏതാണ്ട് ഈ മുല്ലപ്പെരിയാറാണെന്ന് തോന്നിക്കുന്ന ഒരു ഡാം കാണിക്കുന്നത്. മാത്രമല്ല അതിന്റെ കുറച്ച് വിശദാംശങ്ങൾ പറയുന്നുണ്ട്. മുരളി ഗോപിയല്ലേ, വല്ലതൊക്കെ ഒളിപ്പിച്ചു വെക്കും, ചിറകാരനല്ല, സൂക്ഷിക്കണം. അപ്പോ അതിനകത്ത് ഇതാണ്, 999 കൊല്ലത്തേക്ക് ഒരു കരാറ്. ആര് തമ്മിലാണ് കരാറ്? മുല്ലപ്പെരിയാറാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ആര് തമ്മിലാണ് കരാറ്? മഹാരാജാവും ബ്രിട്ടീഷുകാരും തമ്മിലാണ് കരാറ്. ബ്രിട്ടീഷുകാരെ പേടിച്ച് തോക്കിന് മുമ്പിൽ നിന്ന് മഹാരാജാവ് ഒപ്പിട്ട് കൊടുത്തതാണ്. പോട്ടെ, ഏത് സാഹചര്യത്തിലാവട്ടെ, രാജഭരണം പോയല്ലോ, ബ്രിട്ടീഷുകാരും പോയല്ലോ, ഇനിയും എന്തിനാണ് ആ കരാറ് എന്ന സിനിമയിൽ ചോദിക്കേണ്ടത്രേ. മാത്രമല്ല അതിന്റെ ഒരു ഷട്ടർ തുറന്നാൽ തന്നെ ഒരുപാട് പേര് മുങ്ങിപ്പോകും. അങ്ങനെയാണെങ്കിൽ ആ ഡാമിന് അങ്ങോട്ട് ബോംബ് വെച്ചാൽ എന്താണ് വില്ലൻ ചോദിക്കാത്രേ. അപ്പൊ വൈക്കോ പറയുന്നത് ഈ സിനിമ തമിഴ്നാടിനെതിരാണ്, മുല്ലപ്പെരിയാറിനെതിരാണ്. ഇനി ഉറപ്പായി തമിഴ്നാട്ടിൽ വാരി തുറന്ന നാളെ മുതൽ ഈ സിനിമയിൽ നിന്ന് പിരിഞ്ഞു കിട്ടുന്ന കാശ് എന്ത് ചെയ്യുന്നതാണ് ആദ്യം പരിഗണിക്കേണ്ടത്, ആദ്യം പരിശോധിക്കേണ്ടത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടക്കുന്ന കലാരംഗത്ത് വലിയ വിവാദങ്ങൾ കൊണ്ട്, വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാദമാണ് നമ്മുടെ സാഹിത്യത്തിലും കലയിലും ഒക്കെ നടക്കുന്നത്. ഞാൻ ഒരു കഥ പറഞ്ഞാൽ എന്നോട് ഊരും പേരും ഒന്നും ചോദിക്കരുത്. മാതൃഭൂമി വീക്കിലിയിൽ ഒരു നോവൽ അച്ചടിച്ചു വരും. ആ നോവൽ കണ്ണച്ച പ്രസിദ്ധീകരിച്ച് വരുന്നതിനിടയിൽ മാതൃഭൂമിയുടെ ഒരു ഓഫീസിലേക്ക് ഒരു കല്ലേറ് നടക്കുന്നു. കല്ലേറ് നടന്നപ്പോൾ മാതൃഭൂമി ഞങ്ങളിത് പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിവെക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രസിദ്ധീകരണാലയത്തിന്റെ ഉടമ പിറ്റേന്ന് പത്രസമ്മേളനം നടത്തുന്നു. ഇങ്ങനെ ആയാൽ ആർക്കെങ്കിലും എഴുതാൻ പറ്റുമോ? പ്രസിദ്ധീകരിക്കാൻ ആളില്ലെങ്കിൽ ഞങ്ങളുണ്ട്, ഞങ്ങളിതാ ആ പുസ്തകം ഏറ്റെടുക്കുന്നു, കണ്ടച്ച പൂർത്തിയാക്കിയില്ലെങ്കിൽ ഞങ്ങൾ പുസ്തകമായി പുറത്തിറക്കും. പറഞ്ഞിറങ്ങിയിട്ട് ഞാൻ ആ വാർത്ത കേൾക്കുന്ന വൈകുന്നേരത്തെ 7 മണിയുടെ ന്യൂസിലാണ്. രാത്രി 8 മണിക്ക് കോഴിക്കോട്ടെ അദ്ദേഹത്തിന്റെ തന്നെ പ്രസാധനാലയത്തിന്റെ മാനേജർ, മലയാളത്തിലെ പ്രമുഖനായ ഒരു എഴുത്തുകാരന്റെ മോളാണ്. അവരെന്നെ വിളിച്ചു പറഞ്ഞു, മാഷേ ഞങ്ങളുടെ MDയുടെ പത്രസമ്മേളനം കണ്ടില്ലേ, ഇന്നലെ ഞങ്ങളുടെ ഗോഡൌണിൽ 50,000 കോപ്പി എത്തിയിട്ടുണ്ട് കേട്ടോ.
ഓർത്താൽ മതി കച്ചവടം, ചില്ലറ കച്ചവടം. ഇതൊക്കെ തട്ടിപ്പാണെന്നേ. കല്ലെറിയാൻ ആളെ വിടുന്നതും ഇതേ ടീം തന്നെയാണ്. EP ജയരാജന്റെ പുസ്തകം ആരെ പറ്റിക്കാനാണ് ഒന്ന് ആലോചിച്ചു. ഇപ്പൊ ഞാൻ കേട്ടത് EP ജയരാജനാണ് അത്ര ശ്രീകുമാർ സാറിന്റെ വക്കീലിന് ഫീസ് കൊടുക്കുന്നത്. ഇതൊക്കെ ഒരു ധാരണയാണെന്നേ. ഒരാളെ പിരിച്ചു പിടിക്കുക, ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് DC ബുക്സ് പറയാ. ഞാൻ ആരുടെയും പേര് പറഞ്ഞു, DC ബുക്സ് ഈ കേസിൽ മാത്രം പറഞ്ഞാണ്. അപ്പോ ഇതാണ് സ്ഥിതി. ഇതൊക്കെയാണ് തട്ടിപ്പ്. അത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ബലൂചിസ്ഥാൻ പോലെ എനിക്ക് ഉറപ്പാണ് കറാച്ചി കേന്ദ്രമായി ഒരു സിന്ധി രാജ്യത്തിന് വേണ്ടി പാകിസ്ഥാനിൽ വലിയ കലാപങ്ങൾ നടക്കും. ലാഹോർ കേന്ദ്രമായി ഒരു പഞ്ചാബി രാജ്യത്തിന് വേണ്ടിയുള്ള കലാപങ്ങൾ നടക്കും. പഷ്തൂണിസ്ഥാൻ, പെഷവാർ കേന്ദ്രമായി പഷ്തൂണിസ്ഥാന് വേണ്ടിയുള്ള വലിയ കലാപങ്ങൾ നടക്കും. ബലൂചിസ്ഥാൻ കേന്ദ്രമായി ഖ്വറ്റ കേന്ദ്രമായിട്ട് ബലൂചിസ്ഥാന് വേണ്ടിയുള്ള വലിയ ഭീകരപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. കാശ്മീരും അവരുടെ കയ്യിൽ ഒരു തുണ്ടേ ഉള്ളൂ. ആ തുണ്ടിൽ ഇപ്പോഴും ഭീകരപ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ നമ്മുടെയൊക്കെ ആയുസുള്ളപ്പോൾ തന്നെ അമേരിക്കൻ പിന്തുണ വേണ്ടത്ര കിട്ടാതെ പോയാൽ തീർച്ചയാണ് വല്ലാതെ വൈകാതെ പാകിസ്ഥാനെ 5ഓ 6ഓ ഘടകരാജ്യങ്ങളായി നമ്മൾ കാണേണ്ടി വരും. പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. ഈ ഒരു സാഹചര്യം ഇന്ത്യയിലും ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ബാബുവേട്ടൻ കൂടി സംസാരിക്കാനുണ്ട്. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ഏതെങ്കിലും ഒരു സെമിറ്റിക് മതത്തിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഇത്തരം ആഭ്യന്തരമായ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ എന്ന് കരുതരുത്. ഒറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിക്ക് ഇപ്പോഴും മണിപ്പൂരിലേക്ക് പോകാൻ പറ്റാത്തത്? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ അധൈര്യം കൊണ്ടല്ല. അദ്ദേഹം എവിടെയും പോകും. പക്ഷേ ഇന്ത്യൻ സെക്യൂരിറ്റി, അതാണ് നമ്മുടെ വിഷയം. സുരക്ഷയാണ് നമ്മുടെ വിഷയം. ഇന്ത്യൻ സെക്യൂരിറ്റി എല്ലാ ദിവസവും മോദിജിയുടെ കാല് പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സാർ പോകരുത്, അങ്ങോട്ട് പോകരുത്, പോകാൻ സമയമായിട്ടില്ല, അത്രമേൽ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പലരുടെയും കുലിത്തല്ലുകാർ പല വേഷങ്ങളിൽ ഇന്ത്യൻ മണ്ണിൽ വിരാജിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ 5 എണ്ണം ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ്. മണിപ്പൂരും മിസോറാമും മേഘാലയയും ഉൾപ്പെടെ ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ ഉള്ളിൽ വരുന്ന സംസ്ഥാനങ്ങളുമാണ്. ഇന്ത്യയിൽ അഭയം തേടി വന്ന ഷെയ്ഖ് ഹസീനജി ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഹസീനജി വെളിപ്പെടുത്തിയ ഒരു സത്യമുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ലോകപ്രസിദ്ധമായ ഒരു രാജ്യത്തിന്റെ ഏജന്റ് വന്നു അവരുടെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു, ബംഗ്ലാദേശിലെ ചില ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളും ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്തുള്ള 5-6 സംസ്ഥാനങ്ങളും ചേർത്തുകൊണ്ട് ഒരു ക്രിസ്ത്യൻ നേഷൻ ഞങ്ങളുടെ സങ്കല്പത്തിലുണ്ട്. അങ്ങ് സഹകരിക്കണം. സഹകരിച്ചാൽ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പിന്റെ ചെലവ് വഹിക്കുകയും അങ്ങയെ അധികാരത്തിൽ കൊണ്ടുവരികയും എന്നിട്ട് തുടർച്ചയായി 25 കൊല്ലമെങ്കിലും അങ്ങേക്ക് ഭരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരും. ഇതിന്റെ പേര് ഡീപ് സ്റ്റേറ്റ് എന്നാണ്. എന്റെ കുട്ടികളൊക്കെ ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്താ സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ കാണപ്പെടുന്നതല്ല രാഷ്ട്രമെന്നും അദൃശ്യമായ ചില ശക്തികൾ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിന്റെയും തെളിവാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ ആഭ്യന്തര ശത്രുക്കളുടെ കണക്കെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മാത്രം നമ്മുടെ കണ്ണ് വായിച്ചാൽ മതിയാവില്ല. എല്ലാ ദിശയിലേക്കും കണ്ണു പോകണം. മൂന്നാമത്തെ കണ്ണ് എന്നൊരു സങ്കല്പം ഭാരതീയ സങ്കല്പത്തിൽ ഉണ്ടായത് വെറുതെ ആവാൻ സാധ്യതയില്ല. കോഴി എന്ന കവിതയിലെ ഭാരതാംബ എന്ന അമ്മ മക്കളോട് പറയുന്നുണ്ട്, കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും. കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. ആലോചിച്ച് നോക്കൂ, 7 കണ്ണുള്ളവന്റെ പേരാണ് ഇന്ത്യക്കാരൻ. 3 കണ്ണും പോരാ. നേർക്കുനേരെ മുമ്പോട്ട് നോക്കാനുള്ള 2 കണ്ണ് പോരാ. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും. അതിനേക്കാളേറെ ഇപ്പൊ മുമ്പിലുള്ള 2 കണ്ണും പുറത്തേക്കുള്ള കണ്ണും മുകളിലും താഴെയുമുള്ള കണ്ണും അതിനും പുറമേ ഒരു ഉൾക്കണ്ണും തുറന്നിരുന്നാൽ മാത്രമേ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളെ നമുക്ക് കണ്ണു തുറന്ന് കാണാനാവൂ. അത് കാണാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് തീർച്ചയായിട്ടും ഏകമനസ്സോടെ പ്രാർത്ഥിക്കാനും ഒരുമിച്ച് ഉച്ചത്തിൽ വിളിച്ചു പറയാനുമാണ് ഹിന്ദു ഐക്യവേദിയുടെ വേദികളിൽ ഞാൻ പലപ്പോഴും നിരന്തരമായി പ്രത്യക്ഷപ്പെടുന്നതും മനസ്സ് തുറന്ന് സംസാരിക്കുന്നതും. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം വരാനും കാണാനും അവസരം തന്ന ബാബുവേട്ടൻ ഉൾപ്പെടെയുള്ള ഇതിന്റെ സംഘാടകരോട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ സമ്മേളനത്തിന് എല്ലാ വിജയങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.
അടുത്തതായി നമ്മുടെ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബു അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. RV ബാബുവിന് പ്രത്യേക ഒരു മുഖവരിയുടെ ആവശ്യമില്ല. TV നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ എന്നും കേൾക്കുന്നതാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സഹസംവാദകൻ ശ്രീ AP അഹമ്മദ് മാഷ്, സ്നേഹം നിറഞ്ഞ എല്ലാ സഹപ്രവർത്തകർക്കും ശ്രോതാക്കൾക്കും നമസ്കാരം. പാലക്കാട് ജില്ലയിൽ ഇതുപോലൊരു സംവാദത്തിന് പങ്കെടുത്ത് പോയ ആളാണ് ശ്രീ അഹമ്മദ് മാഷ്. പിന്നെ അദ്ദേഹം പ്രവർത്തിച്ച സംഘടനയിൽ അദ്ദേഹത്തിന് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പഴയ ചരിത്രം. ഹിന്ദു ഐക്യവേദിയുടെ ഷൊർണൂർ സംഘടിപ്പിച്ച ഒരു സംവാദത്തിൽ പങ്കെടുത്ത് ടീച്ചറോടൊപ്പം സംസാരിച്ചതാണ് AP അഹമ്മദ് മാഷ്. അന്ന് എനിക്ക് തോന്നുന്നു മാപ്പിളകളെ സംബന്ധിച്ചുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉറച്ച രീതിയിൽ സംസാരിച്ചതിൻ്റെ ഒരു ശിക്ഷ എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ വലിയ തോതിൽ പറയുന്നവർ തൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായം ഉച്ചത്തിൽ പറഞ്ഞതിൻ്റെ പേരിൽ അന്ന് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഇടത് സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരാൾ, അദ്ദേഹം അതുകൊണ്ട് കീഴടങ്ങാനോ അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങളിൽ മാറ്റം വരുത്താനോ തയ്യാറാവാതെ അതേ അഭിപ്രായങ്ങൾ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും നമ്മൾ കേട്ടത്. ആഭ്യന്തര സുരക്ഷ എന്നുള്ള വിഷയം അഹമ്മദ് മാഷ് സംസാരിച്ചത് മുഴുവൻ ഭാരതത്തിൻ്റെയും പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ്. അദ്ദേഹം തുടങ്ങിയത് കേരളത്തിൻ്റെ മഹത്തായ മതസൗഹാർദ്ദത്തിൻ്റെ ഉദാത്തമായ കുറേ മാതൃകകൾ അദ്ദേഹം നമ്മുടെ മുമ്പാകെ വെച്ചിരുന്നു. മതത്തിനുപരിയായി രാജ്യത്തെ എങ്ങനെ കാണണം എന്ന് നമ്മളെ പഠിപ്പിച്ച പൂർവികന്മാരുടെ ചരിത്രം നമ്മുടെ മുമ്പാകെ അദ്ദേഹം വരച്ചു കാണിച്ചു. ശരിയാണ്, അത്തരത്തിലുള്ള ഉദാത്തമായ മാതൃകകൾ കേരളത്തിലുണ്ട്, ഭാരതത്തിലുണ്ട്. ആ മാതൃകകൾ ഇന്ന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിനുപരിയായിട്ട് രാജ്യത്തെക്കാൾ മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള മത താല്പര്യമാണ് രാജ്യ താല്പര്യത്തെക്കാൾ ഉയർന്നു നിൽക്കേണ്ടത് എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന ചില മതമൗലികവാദികൾ കേരളത്തിൽ മതങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നാം കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഈ അഹമ്മദ് മാഷ് സാമൂതിരിയുടെയും കുഞ്ഞാലി മരക്കാരുടെയും പോർച്ചുഗീസിന്റെയും ഒക്കെ ചരിത്രം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആലോചിക്കുകയായിരുന്നു, കേരളത്തിന്റെ ചരിത്രത്തിൽ മതങ്ങൾ തമ്മിലുള്ള സംഘർഷം തുടങ്ങിയത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലല്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലുമല്ല. മതസംഘർഷം ആരംഭിച്ചത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലാണ്, പോർച്ചുഗീസുകാരും അറബികളും തമ്മിലാണ്. ആ സംഘർഷത്തിന് മതത്തിന്റെ താല്പര്യമല്ല ഉണ്ടായിരുന്നത്, കച്ചവടത്തിന്റെ താല്പര്യമായിരുന്നു. അറബികളുമായിട്ടായിരുന്നു സാമൂതിരി രാജാവിന്റെ ആദ്യത്തെ കച്ചവടം. അറബികളെക്കാൾ കൂടുതൽ വിലയിൽ സുഗന്ധ വ്യഞ്ജന ദ്രവ്യങ്ങളും തടിയും ഒക്കെ എടുക്കാൻ പോർച്ചുഗീസുകാർ തയ്യാറാണ് എന്ന് വന്നപ്പോൾ പോർച്ചുഗീസുകാരുമായിട്ട് സാമൂതിരി സഖ്യത്തിൽ ഏർപ്പെട്ടു. അത് പോർച്ചുഗീസുകാരും അറബികളും തമ്മിലുള്ള തർക്കത്തിലേക്ക് വന്നു. ഒടുവിൽ നമ്മൾ കാണുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള സംഘർഷം അല്ല, അറബികളും യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷം എന്ന നിലയ്ക്കാണ് കാണുന്നത്. മാത്രമല്ല, ഇവിടെ മതാധിനിവേശത്തിന്റെ ആദ്യത്തെ കടന്നുവരവ് നേരത്തെ സൂചിപ്പിച്ച മാതിരി പോർച്ചുഗീസുകാരാണ്. പക്ഷെ അതിന്റെ ഏറ്റവും കൗതുകരമായ കാര്യം, ആ മതാധിനിവേശത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ഉണ്ടായത് പോർച്ചുഗീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നാണെന്നുള്ളതാണ്. ക്രിസ്ത്യാനികളെയാണത്. അഹത്തുള്ള എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ബിഷപ്പിനെ കൊച്ചി കടപ്പുറത്ത് കൊച്ചി കായലിൽ മുക്കി താഴ്ത്തി കൊലപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. അഹത്തുള്ള. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഞങ്ങള് കിഴക്കിന്റെ ക്രിസ്ത്യാനികളാണ്,
ഭാരതീയ ക്രിസ്ത്യാനികളാണ് റോമിന്റെ കീഴിലേക്ക് മുഴുവൻ ക്രിസ്ത്യാനികളെയും കൊണ്ടുവരിക എന്നുള്ളത് പോർച്ചുഗീസുകാരുടെ ലക്ഷ്യമായിരുന്നു. അതിനുവേണ്ടിയാണ് 1693 ഏതാണ് ഉദയംപെരൂർ സുന്നകദോസ് അതിന്റെ വർഷം കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഉദയംപെരൂർ സുന്നകദോസ് നടത്തി. ആ ഉദയംപെരൂർ സുന്നകദോസോട് കൂടിയിട്ടാണ് ക്രൈസ്തവര് ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവരാണ്, ഭാരതീയമായ പൈതൃകത്തിൽ നിന്ന് അവർ വേറിട്ട് നിൽക്കുന്നവരാണ്. ക്രൈസ്തവർക്ക് പ്രത്യേക ഐഡന്റിറ്റി ഉണ്ട്, പ്രത്യേക തനിമയുണ്ട്. അത് ഭാരതത്തിലെ ക്രൈസ്തവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് അതിനെതിരായിട്ട് കൂനംകുരിശ് സത്യം ഉണ്ടായത്. കൊച്ചിയില് മട്ടാഞ്ചേരിയിലെ വലിയ കുരിശിൽ വലിയ വടം കെട്ടി ഭാരതീയ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവര് ആ വടത്തിൽ പിടിച്ച് സത്യം ചെയ്ത്, അതാണ് കൂനംകുരിശ് സത്യം. ആ കുരിശ് വളഞ്ഞുപോയി അതിന്റെ പേരിൽ നിന്നൊക്കെ ചരിത്രം. ഞാൻ പറഞ്ഞത് മതത്തിന്റെ പേരിലുണ്ടായ സംഘർഷങ്ങള്, ആ സംഘർഷങ്ങളൊക്കെ സെമിറ്റിക് മതങ്ങൾ തമ്മിലാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അവിടെ ഒന്നും ഭാരതീയ മതങ്ങൾ ഒരിടത്തും സംഘർഷത്തിന്റെ രംഗത്തുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് സാമൂതിരിയൊക്കെ ചെയ്തത് വെള്ളിയാഴ്ച പിറക്കുന്ന ഹിന്ദു വീടുകളിൽ പിറക്കുന്ന ആൺകുട്ടിയെ മുസ്ലിമായിട്ട് വളർത്തണം എന്ന തിട്ടൂരമിറക്കിയ നാടാണ്. വെള്ളിയാഴ്ചകളിൽ ഹിന്ദു വീടുകളിൽ പിറക്കുന്ന കുട്ടിയെ മുസ്ലിമായിട്ട് വളർത്തണം എന്ന് തിട്ടൂരമിറക്കി, സർക്കുലർ ഇറക്കി. അങ്ങനെയുള്ളൊരു നാട്. പക്ഷെ എവിടെയാണ് പിഴച്ചുപോയത്? എവിടെയാണ് ആ സാമൂതിരിക്ക് പിന്നീട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു? ആരാണ് ആത്മഹത്യക്ക് കാരണമായത്? ഏതൊരു രാജവംശമാണോ അറക്കൽ രാജവംശത്തിന് കാരണമായി പ്രവർത്തിച്ചത്? അറക്കൽ രാജാവിനെ എല്ലാവിധ സഹായവും ചെയ്തുകൊണ്ട് വളർത്തിയത് അതേ അറക്കൽ രാജാവ്, അറക്കൽ രാജവംശം മൈസൂർ രാജാവിനെ കൊലത്തിരിനാട് ആക്രമിക്കാൻ ക്ഷണിക്കുകയാണ്. സാമൂതിരി രാജാവിനെ ആക്രമിക്കാൻ ക്ഷണിക്കുകയാണ്. പിന്നീടുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത് 921 മാപ്പിള ലഹളക്കാലം വരെയുള്ള ചരിത്രം അതാണ്. ഹൈദറിന്റെ ആക്രമണം, ടിപ്പുവിന്റെ ആക്രമണത്തിന് ശേഷം നടന്നിട്ടുള്ള നിരവധി മലബാറിലെ ലഹളകൾ, 921 മാപ്പിള ലഹള, ആ സമയത്തൊക്കെയുള്ള സാമൂഹ്യ ജീവിതത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നുള്ളത് 1916 ഒരു നായർ സ്ത്രീയും മുഹമ്മദീയനും എന്ന ഒരു കവിത വള്ളത്തോട് എഴുതുന്നത്. അല്ലെ? ഒരു നായർ സ്ത്രീയും മുഹമ്മദീയനും. ആ നായർ സ്ത്രീയും മുഹമ്മദീയനും എന്ന് എഴുതുമ്പോൾ ആ മുഹമ്മദീയനെ വള്ളത്തോട് വിവരിക്കുന്നത് എങ്ങനെയാണ്? മുഹമ്മദീനെ വിവരിക്കുമ്പോൾ ക്രൂരനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മുഖം കരിമല തലയൻ എന്ന രീതിയിലാണ്. അതായത് ആരും കണ്ടാൽ പേടിച്ചു പോകുന്ന ഒരാള്, വളഞ്ഞ മീശ, അരയിൽ കത്തി, കണ്ണുകൾ ചുവന്ന്, അങ്ങനെയുള്ള ആ മുഹമ്മദീയനെ കുറിച്ചിട്ടാണ് വള്ളത്തോൾ ആ നായർ സ്ത്രീയെ ആക്രമിക്കാൻ വരുന്ന വള്ളത്തോൾ രംഗമായിട്ട് അവതരിപ്പിക്കുന്നത്. 1916 അപ്പൊ ഒരു മുഹമ്മദീനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് 1916 വള്ളത്തോളിനെക്കുള്ളൊരു കവിക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ടാണ്? പിന്നീട് അദ്ദേഹം പാരവശ്യം എഴുതി, സാഹോദര്യം എഴുതി. ആ വള്ളത്തോള് ശ്രദ്ധാനന്ദന്റെ വലിയ ഭക്തനായിരുന്നു, വലിയ ആരാധകനായിരുന്നു. ശ്രദ്ധാനന്ദനെ കൊലപ്പെടുത്തിയപ്പോഴും വള്ളത്തോട് എഴുതി, കടന്നു കാഫുറ കൊന്നു വിണ്ണേറാൻ നെടുങ്കോണി വെച്ച മുസൽമാൻ ഭ്രാതാവേ, കൊലപാതകത്താൽ കിടച്ചിടും സ്വർഗം കൊടും പിശാചിന്റെ വകയായിരിക്കും. വള്ളത്തോൾ എഴുതിയതാ, ശ്രദ്ധാനന്ദനെ കൊലപ്പെടുത്തിയപ്പോൾ എഴുതിയതാ. അപ്പൊ നോക്കൂ, വള്ളത്തോളിനെ പോലുള്ള ആളുകൾ ഇത്തരത്തിൽ ഇസ്ലാമിനെ കുറിച്ച്, മുഹമ്മദീയരെ കുറിച്ച്, ഞാൻ ദുരവസ്ഥയെ കുറിച്ച് പറയുന്നില്ല, ദുരവസ്ഥ എന്താണ് കൃതി എന്ന് 1923 എഴുതിയത് കുമാരനാശാൻ. അപ്പൊ കേരളത്തിലെ സാഹിത്യകാരന്മാർ എങ്ങനെ പിന്നീട് ഇസ്ലാമിനെ കുറിച്ച്, അതേ വള്ളത്തോൾ അള്ളാഹു എഴുതിയിട്ടുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ സാമൂഹ്യ ജീവിതത്തിൽ ഇസ്ലാം എങ്ങനെ അക്രമത്തിന്റെ സ്വഭാവത്തിലേക്ക് വന്നു എന്നുള്ളത് സാഹിത്യകാരന്മാരുടെ കൃതികളിലൂടെ, അത് എസ് കെ പൊറ്റക്കാടിന്റെ കൃതിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും, ഉറൂബിന്റെ കൃതിയിൽ വായിച്ചെടുക്കാൻ പറ്റും, ഒട്ടനവധി കൃതികളിലുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഒരു സാമൂഹ്യമായ മാറ്റം കേരളത്തിൽ എങ്ങനെ സംഭവിച്ചു, കേരളത്തിൽ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത്, മതം എങ്ങനെയാണ് ഇവരുടെയൊക്കെ തലയിലേക്ക് അടിച്ചു കയറിയത്. ഇപ്പൊ നോക്കൂ, 1921 മാപ്പിള ലഹളയ്ക്ക് കാരണമായിട്ട് എല്ലാവരും പറഞ്ഞു, കെ മാധവൻ നായരായാലും, ലോകനായാലും, അല്ലെങ്കിൽ ഡോക്ടർ അംബേദ്കർ ആയാലും, ഗാന്ധി, എല്ലാവരും എന്താ പറയുന്നത്? അത് ഖിലാഫത്ത് പ്രക്ഷോഭമാണ്.
അപ്പൊ ഖിലാഫത്ത് എന്തിനു വേണ്ടിയായിരുന്നു? ഖിലാഫത്ത് തുർക്കിയിലെ ഖലീഫയെ പുനഃസ്ഥാപിക്കാനായിരുന്നു. അതിലേക്ക് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് എന്താ കാര്യം? അല്ലെങ്കിൽ വേണ്ട, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്താ കാര്യം? ഈ തുർക്കി എന്നുള്ള രാജ്യം പോലും ഉണ്ടോ എന്ന് അറിയാൻ പാടില്ലാത്ത പാവം മുസ്ലിങ്ങളാണ് അല്ലേ? തുർക്കി എന്നൊരു രാജ്യം ഉണ്ടോ, അവിടെ ഒരു ഖലീഫയുണ്ടോ, ആ ഖലീഫയാണ് നമ്മുടെയൊക്കെ നേതാവ് എന്ന് അറിയാവുന്ന ഏതെങ്കിലും മുസ്ലിം ആണോ അവിടെ വാളും പരിചയമെടുത്ത് ഇറങ്ങിയത്? അല്ല. അപ്പോ ഈ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഇപ്പോ എല്ലാ ആളുകൾക്കും ഒരു സമൂഹത്തിലെ ജനങ്ങൾക്ക് സംഘടിക്കാൻ ഓരോ മാർഗങ്ങളുണ്ട്. പാർട്ടി സംഘടിക്കാനുള്ളൊരു മാർഗമാണ്, മതം സംഘടിക്കാനുള്ളൊരു മാർഗമാണ്, ലിംഗം സംഘടിക്കാനുള്ളൊരു മാർഗമാണ്, ഭാഷ സംഘടിക്കാനുള്ളൊരു മാർഗമാണ്. അപ്പൊ മതം സംഘടിക്കാനുള്ള ഒരു മാർഗത്തിൽ ഇസ്ലാം ബ്രദർഹുഡ്, മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നിടത്തോളം വലിയ ഒരു സാഹോദര്യത്തിന്റെ ദാർഢ്യം മറ്റൊരു മതത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പൊ ആ ഇസ്ലാമിന്റെ സാഹോദര്യത്തിന്റെ ദാർഢ്യമാണ് യഥാർത്ഥത്തിൽ ഈ 100 വർഷങ്ങൾക്ക് മുൻപ് തുർക്കിയിലെ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പ്രതികാരം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അതിന്റെ രോഷം ഇവിടത്തെ കലാപമായിട്ട് മാറുന്നത്. തുർക്കിയിലെ ഖലീഫയോടും തുർക്കിയിലെ ഖിലാഫത്തിനോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ആ മനോഭാവത്തിൽ ഇന്നും മാറ്റമില്ല എന്നുള്ളതാണ് പാലസ്തീൻ കാര്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പാലസ്തീന്റെ വിഷയം 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള പാലസ്തീന്റെ വിഷയം ഇങ്ങനെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രശ്നമാകുന്നത്. പാലസ്തീന്റെ വിഷയം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഏത് തരത്തിലാണ് പ്രശ്നമാവുന്നത്? മാനുഷിക പ്രശ്നമാണെങ്കിൽ പാലസ്തീനിലെ വിഷയം മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നമാവണ്ടേ? ഇറാനിലെ 400-ലേറെ സ്ത്രീകളെയാണ് കൊന്നൊടുക്കിയത് ഇറാൻ, ഹിജാബ് ധരിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. തലയിൽ തുണിയിടുന്നില്ല കാരണം പറഞ്ഞുകൊണ്ടാണ് ഇറാനിലെ ഭരണകൂടം പെൺകുട്ടികളെ, സ്ത്രീകളെ 400-ലേറെ പേരെ കൊന്നൊടുക്കിയത്. അപ്പോ ആ മാനുഷിക പ്രശ്നമാണ് ഇവിടെ ഇവരെ കൊണ്ട് തെരുവിലിറക്കിപ്പിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് ഇറാനിലെ പ്രശ്നത്തിന് തെരുവിലിറങ്ങാത്തത്? ഉക്രൈനിലെ യുദ്ധം നടക്കുന്നുണ്ട്. 45 ലക്ഷം കുട്ടികളാണ് ഉക്രൈൻ യുദ്ധത്തിൽ ഡിസ്പ്ലേസ് ആയി പോയത്. ഡിസ്പ്ലേസ് ആണ്. അവരെവിടെ പോയി, എങ്ങോട്ട് പോയി അറിയില്ല. ഉക്രൈനിലെ ജനതയ്ക്ക് വേണ്ടി ഇവിടെ ആരെങ്കിലും ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ മതമാണ് ഇവരെ ചോദിപ്പിക്കുന്നത്, മതമാണ് ഇവർക്ക് പ്രേരണ. അതൊരു രാജ്യത്തിനും അപ്പുറമുള്ള താല്പര്യമായിട്ട് നമ്മുടെ ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ സുരക്ഷയുടെ ഏറ്റവും വലിയ അപകടമായിട്ട് ഞാൻ കാണുന്നത്. മതം നമ്മുടെ രാജ്യ താല്പര്യത്തെക്കാൾ ഉയർന്നു നിൽക്കുന്നു. നോക്കൂ, എത്ര കണ്ടാണ് മതം മനുഷ്യനെ മനുഷ്യത്വത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഞാൻ അടുത്ത ദിവസം കണ്ടത്. ശബരിമലയ്ക്ക് പോയി ശ്രീ മോഹൻലാൽ ശബരിമലയ്ക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ അടുത്ത സുഹൃത്താണ് മമ്മൂട്ടി. നമുക്ക് എല്ലാവർക്കും മമ്മൂട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ്. കാരണം മമ്മൂട്ടിയുടെ ചില വീര കഥാപാത്രങ്ങളുണ്ട്, മമ്മൂട്ടിക്ക് മാത്രം കഴിയുന്ന ചില കഴിവുകളാണത്. ആണത്തത്തിന്റെ ഒരു പ്രതീകമായിട്ട് മമ്മൂട്ടിയെ നമ്മൾ കാണും അല്ലെ? നരസിംഹം, മഞ്ഞാടിയാർ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു ഒരു വലിയ ധീരതയുടെ, വീരതയുടെ പ്രതീകമായിട്ടൊക്കെയാണ് മമ്മൂട്ടി. അപ്പൊ മമ്മൂട്ടിയെ ആരാധിക്കുന്നവരാണ് എല്ലാവരും, മമ്മൂട്ടിയുടെ കഴിവിനെ ആരാധിക്കുന്നവരാണ്. മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ ഒരു വഴിപാട് കഴിച്ചു. എന്തൊരു തുകില നമ്മുടെ നാട്ടിൽ. മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ തൗബ ചെയ്യണം അത്രേ. അത് ഏതെങ്കിലും ഒരു അബ്ദുള്ള പറഞ്ഞാൽ നമുക്കതൊരു കുഴപ്പമില്ല. പക്ഷെ സമസ്തയുടെ നേതാക്കന്മാർ പറയുന്നു, മുസ്ലിം നേതാക്കന്മാർ മുഴുവൻ പറയുന്നു, അത് ശരിയാണെന്ന് അവർ സമർത്ഥിക്കുന്നു. എന്നിട്ട് ഇപ്പുറത്ത് വന്ന് മതസൗഹാർദ്ദത്തെ കുറിച്ച് പറയുന്നു. ഇതെന്തൊരു കാപട്യമാണ്. അപ്പൊ മതമാണ് സർവ്വതിലും മേലെ എന്ന് വരുന്നത് ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അപകടം തന്നെയാണ്. മതത്തിനപ്പുറം രാജ്യത്തിന്റെ താല്പര്യം എന്ന് കണ്ട നേരത്തെ ഒരു 100 വർഷം മുമ്പുള്ള ആ ചരിത്രം ഇന്ന് കേരളത്തില് കാണാൻ കഴിയുന്നില്ല. അത് മാഞ്ഞുപോയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ഭീഷണി നാം നേരിടുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക്, കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ തോതിലുള്ള ഭീഷണി എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ആധിപത്യം ചെലുത്തിയിട്ടുള്ള മതമൗലികവാദമാണ്, അല്ലെങ്കിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, മത തീവ്രവാദമാണ്. ആ മത തീവ്രവാദത്തിൽ ഇപ്പോൾ ഇവിടെ ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു.
ലവ് ജിഹാദിന്റെ പേരിൽ കേസുണ്ടോ എന്നൊക്കെ അഹമ്മദ് മാഷിനോട് ഞങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്. ലവ് ജിഹാദിന്റെ പേരിൽ ആദ്യത്തെ കേസ് ആണ് ജസ്റ്റിസ് ശങ്കരൻ നായരുടെ കേസ്. ഇതെന്തുകൊണ്ട് ആരും പറയാത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റിസ് ശങ്കരൻ നായരും നിങ്ങളുടെ നാട്ടുകാരനാണ്, പട്ടാമ്പിക്കാരനാണ്. KT ശങ്കരൻ, ശങ്കരൻ നായരല്ല, KT ശങ്കരൻ പട്ടാമ്പിക്കാരനാണ്. അറിയില്ലേ? അയ്യോ, അദ്ദേഹം പട്ടാമ്പിക്കാരനാണ്. KT ശങ്കരന്റെ വിധി ലവ് ജിഹാദിന്റെ കേസല്ലേ? എന്താണ് ലവ് ജിഹാദ്? KT ശങ്കരന്റെ കേസ്, KT ശങ്കരന്റെ മുന്നിലുള്ള കേസ്, ഷെഹൻഷായും സിറാജുദ്ദീനും 2 മുസ്ലിം യുവാക്കൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ, ഞാൻ അത് പറയുന്നത് തെറ്റാണ്, ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അടുത്ത 2 പെൺകുട്ടികൾ. അതുകൊണ്ടാണ് ഇത്രയും വലിയ കേസായിട്ട് വന്നത് തന്നെ. ആ 2 പെൺകുട്ടികൾക്കുണ്ടായ അനുഭവം അവര് തുറന്നു പറഞ്ഞു. എങ്ങനെയൊക്കെ തങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്തു. ലൈംഗികമായി ചൂഷണം ചെയ്തതിന് അതിന്റെ ഫോട്ടോയും വീഡിയോയും കാണിച്ച് മതം മാറാൻ പ്രേരിപ്പിച്ചു, പലർക്കായി കാഴ്ചവെച്ചു. അതെല്ലാം തുറന്നു പറഞ്ഞ കേസല്ലേ? അതല്ലേ ലവ് ജിഹാദ് കേസ്? അതിനപ്പുറം എന്താ ലവ് ജിഹാദ് കേസിന് എന്താ വേണ്ടത്? ആ ലവ് ജിഹാദ് കേസ് പരിഗണിച്ചുകൊണ്ടാണ് KT ശങ്കരൻ 8 ചോദ്യങ്ങൾ ചോദിച്ചത്. ആ 8 ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മുടെ കേരളത്തിലെ പോലീസ് സൂപ്രണ്ടുമാർ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇത് കൊണ്ടുപോയി ഇതൊരു വേഗമായിട്ടുള്ള റിപ്പോർട്ടാണ്, എനിക്ക് ഈ റിപ്പോർട്ടല്ല, കുറച്ചുകൂടി ആഴത്തിലുള്ള റിപ്പോർട്ട് വേണം. അങ്ങനെ അദ്ദേഹത്തിന് 18 റിപ്പോർട്ടുകൾ കിട്ടി, 18 റിപ്പോർട്ടുകൾ കിട്ടി. 18 SP-മാരും സിറ്റി പോലീസ് കമ്മീഷണർമാരടക്കം 18 പേര് റിപ്പോർട്ട് കൊടുത്തു. ആ 18 റിപ്പോർട്ടിലും 3 റിപ്പോർട്ടുകളിൽ കൃത്യമായി ഇത്ര മതം മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ആ മതം മാറ്റം നടക്കുന്നത് പ്രണയത്തിന്റെ മറവിലാണ് എന്നുള്ള കണക്ക് ഹൈക്കോടതിയുടെ വിധി, ജസ്റ്റിസ് ശങ്കരന്റെ വിധിയിലുണ്ട്. എന്നിട്ടും ചോദിക്കുകയാണ് ഇതിനെവിടെ തെളിവെന്ന്. ചോദിക്കുകയാണ് തെളിവ് എവിടെയെന്ന്. ജസ്റ്റിസ് ശങ്കരന്റെ വിധിന്യായം ഒരു തവണ വായിച്ചവർക്ക് അത് മനസ്സിലാവും എവിടെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. ആരൊക്കെ പ്രവർത്തിക്കുന്നു? ക്യാമ്പസ് ഫ്രണ്ടിന്റെ പേരുണ്ട് അതിനകത്ത്, ഷഹീൻ ഫോഴ്സിന്റെ പേരുണ്ട് അതിനകത്ത്. ഇവരൊക്കെ ഈ മതം മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് കൃത്യമായി നമ്മുടെ കേരള പോലീസിലെ 3 ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് കോടതി വിധിയുടെ പശ്ചാത്തലത്തില പറയുന്നത്. കേരളത്തിലെ ചീഫ് പോലീസ് ഓഫീസർമാരായിട്ടുള്ള TP സെൻകുമാറും അതേപോലെ ലോക്നാഥ് ബെഹ്റയും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യം വേറെ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ശ്രീലേഖയും പറഞ്ഞു. ഇവരെല്ലാം കേരളത്തിലെ DGP-മാരായി റിട്ടയർ ചെയ്ത ആൾക്കാർ, അവരെല്ലാം പറഞ്ഞു. പക്ഷേ ലവ് ജിഹാദ്. അപ്പോ ഞാനിത് പറയാൻ കാരണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെയും മതമാണ് പ്രശ്നം. എന്താണ്? ഒരു ഖുർആൻ അനുസരിച്ച്, ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരു മുസ്ലിമിന് അമുസ്ലിമിനെ ഇസ്ലാമിക നിയമപ്രകാരം വിവാഹം കഴിക്കാൻ പാടില്ല. ശരിയാണോ സാർ? ഒരു മുസ്ലിമിന് ഒരു അമുസ്ലിമിനെ വിവാഹം കഴിക്കണമെങ്കിൽ അതിന്റെ ഉപാധിയുണ്ട്. അവരെ മതം മാറ്റണം, അവരെ ഇസ്ലാമിക അതിനു വേണ്ടി ചില കോഴ്സുകൾ പഠിപ്പിക്കണം, അതിന് മതം മാറ്റണം, അവരെ ഇസ്ലാമിക നിയമത്തിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ പറ്റൂ. ഇപ്പൊ നോക്കപ്പോ മതമാണ് അവിടെയും പ്രശ്നം. സർവത്ര മതം, വിവാഹത്തിന് മതം, വിവാഹം കഴിക്കുന്നതിന് മതം, രാജ്യ താല്പര്യം നോക്കാൻ മതം. ഇവിടെയൊക്കെ മതത്തിന്റെ താല്പര്യം മുന്നിൽ വയ്ക്കുമ്പോൾ എങ്ങനെ രാജ്യത്തിന്റെ സുരക്ഷ? നമുക്ക് കേരളത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഏറ്റവും ഭീഷണിയായി നിന്ന സംഘടനകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബ് എന്നൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടും. തീവ്രവാദ സംഘടന എന്നുള്ള പേരിൽ ഈ അടുത്ത കാലത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. നമ്മുടെ ആഭ്യന്തര സുരക്ഷയെ അങ്ങേയറ്റം അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു സംഘടനയാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് കിടക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരുടെ രാഷ്ട്രീയ രൂപം ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സംഘടനയെയും നിരോധിച്ചില്ലാതാക്കാൻ സാധ്യമൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പല രൂപത്തിൽ അത് വരും. ഇപ്പൊ സിമിയെ നിരോധിച്ചു. 1980-കളിൽ സിമിയെ നിരോധിച്ചു. സിമിയെ നിരോധിച്ചപ്പോൾ സിമി എന്നുള്ള സംഘടന ഇല്ലാതായി. സിമിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോ കോടതിയിൽ പോയിട്ട് അഫിഡാവിറ്റ് കൊടുത്തിരിക്കുന്നത്. NIA അടക്കം എന്താ സിമിയിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെന്ന്. ഇനിയിപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു, അവർക്ക് ജാമ്യം കിട്ടി അവർ പുറത്തു വരും. കുറെ കഴിയുമ്പോൾ എല്ലാ കാലത്തേക്കും ഒന്നും അകത്തിടാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും? അവരെടുത്ത സംഘടന തുടങ്ങും.
അപ്പൊ ഒരു സംഘടനയെയും നമുക്ക് നിരോധിച്ചൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. അതേ ആളുകൾ തന്നെ ഇപ്പോൾ SDPIയിൽ കയറി പ്രവർത്തിക്കുന്നു, അവർ നുഴഞ്ഞു കയറി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം, അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ നടക്കുന്നു, അതിന്റെ നേതാവിനെ തന്നെ അറസ്റ്റ് ചെയ്യുന്നു, അതവിടെ നിൽക്കുന്നു. ഞാനിവിടെ പറയുന്നത് ഇന്നിപ്പോ ആ നിലയ്ക്കുള്ള കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഞാൻ കേരളത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് കേരളത്തിൽ ഇന്ന് ഒരു ലക്കുമില്ലാതെ അല്ലെങ്കിൽ അനിയന്ത്രിതമായി കൊണ്ടിരിക്കുന്ന കുടിയേറ്റമാണ്. അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ അതെത്രയുണ്ട് എന്ന് ചോദിച്ചാൽ, സംസ്ഥാന സർക്കാരിന്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത കണക്കനുസരിച്ച് ആവാസ് പദ്ധതിയുടെ പോർട്ടലിലും അതേപോലെ കുടിയേറ്റ ക്ഷേമ പദ്ധതിയുടെ പോർട്ടലിലും രജിസ്റ്റർ ചെയ്ത കണക്കനുസരിച്ച് 5 ലക്ഷം പേരാണ് ഉള്ളത് എന്നാണ് മന്ത്രി പറയുന്നത്. 5 ലക്ഷം പേരാണ്. എന്നാൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ അവർ പറയുന്നു 40 ലക്ഷത്തോളം കുടിയേറ്റക്കാർ ഇന്ത്യയിലുണ്ട്, അല്ല കേരളത്തിലുണ്ട്. കേരളത്തിൽ 40 ലക്ഷം പേര് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയുടെ എത്രയായി? ഏകദേശം 15%. അല്ലെ? 3 കോടി ജനത, 3 കോടി 330 എന്നാണ്, 3 കോടി 30 ലക്ഷം പേര്. ഏകദേശം 15% ആളുകൾ കുടിയേറ്റക്കാരാണ്, അതിഥി തൊഴിലാളികളെന്നാണ്. അവരാരാണ് യഥാർത്ഥത്തിൽ? അവരെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ കണക്കുണ്ടോ? 5 ലക്ഷം പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരാരാ? അപ്പോഴാണ് നമ്മൾ വാർത്തകൾ കാണുന്നത്. പറവൂർ, എന്റെ നാട്ടിൽ നിന്ന് പറവൂരിൽ നിന്ന് 27 ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തു. 27 ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അവരവിടെ താമസിക്കുക. കുറെ നാളുകളായിട്ട് 3-4 വർഷമായിട്ട് അവർ താമസിക്കുകയാണ്. അങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടാക്കി വ്യാജ രേഖകൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ താമസിക്കുന്ന അനധികൃത പൗരന്മാരുടെ എണ്ണം സർക്കാരിന്റെ കയ്യിലുണ്ടോ? അങ്ങനെ ഒരു നിയമം, അനധികൃതമായി താമസിക്കുന്നവരെ കണ്ടെത്തി പുറത്താക്കാൻ ഒരു നിയമം, ആ നിയമം കൊണ്ടുവരാനാണ് CAA. നമ്മുടെ രാജ്യത്ത് മതത്തിന്റെ പേരിൽ ഏറ്റവും വലിയ വിഭജനം ഉണ്ടാക്കിയത് CAA-ക്കെതിരായി നടത്തിയ പ്രക്ഷോഭമാണ്. എന്തായിരുന്നു CAA? എത്ര തെറ്റിദ്ധാരണാത്മകമായ രീതിയിലാണ് CAA നിയമത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചത്. ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും പുറത്താക്കാനാണ്. നിങ്ങളുടെ കയ്യിലുള്ള രേഖ പോരാ, നിങ്ങളുടെ ഉപ്പാന്റെ രേഖ കൊടുക്കണം, ഉപ്പാന്റെ രേഖ കൊടുക്കണം, ഉപ്പാന്റെ രേഖ കൊടുക്കണം. അങ്ങനെ ഒന്നുമില്ലാത്തവരെ പുറത്താക്കും. നീ ആയിരുന്നില്ലേ പറഞ്ഞത്? എന്തെല്ലാമായിരുന്നു CAA വിരുദ്ധ പ്രക്ഷോഭത്തിൽ? മുഴുവൻ മുസ്ലിം സമുദായത്തെയും കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കി കലാപം നടത്താൻ നേതൃത്വം കൊടുത്തത് നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ കൂട്ടം ചേർന്നല്ലേ? ഈ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റിയ മത തീവ്രമായ വികാരം കേവലം രാഷ്ട്രീയ വിരോധം തീർക്കാൻ അത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള വിരോധമായി മാറിയില്ലേ? CAA പിന്തുണയ്ക്കുന്നവർക്ക് ഞങ്ങളുടെ കടയിൽ നിന്ന് ചായ കൊടുക്കില്ല, ഞങ്ങളുടെ കടയിൽ നിന്ന് പലഹാരങ്ങൾ കൊടുക്കില്ല, അല്ലെങ്കിൽ പലവ്യഞ്ജനം കൊടുക്കില്ല. ഇവിടെ ഈ പാലക്കാടിന്റെ മണ്ണിൽ ഈ പാലക്കാട്ട് മത്സരിച്ച ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വീടിന്റെ മുൻപിൽ ബോർഡ് എഴുതി വെച്ചു, CAA പിന്തുണയ്ക്കുന്നവർക്ക് എന്റെ ചികിത്സ ലഭ്യമാവില്ലെന്ന്. ഞാൻ ചികിത്സിക്കില്ലെന്ന് പറഞ്ഞില്ലേ? നോക്കൂ, എത്ര വിദ്വേഷാത്മകമായ പ്രചരണം CAA-ക്കെതിരെ നടത്തി. എന്നിട്ടോ CAA-യുടെ പേരിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ മുസ്ലിമിന് അങ്ങനെ പുറത്താക്കാൻ പറ്റില്ലെന്നേ. നമ്മുടെ രാജ്യത്തെ ഒരു നിയമത്തിനും ഇന്ത്യൻ പൗരന്റെ പൗരത്വം റദ്ദാക്കാൻ പറ്റില്ല. അതിന് വേറെ 10 മോഡിമാർ ജനിച്ചു വരേണ്ടി വരും. ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരു വ്യക്തി, അത് മുസ്ലിമിന്റെ എന്നല്ല, ഇന്ത്യയിലെ ഒരു പൗരന്റെ പൗരത്വം നഷ്ടപ്പെടണമെങ്കിൽ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇന്ത്യയുടെ പൗരത്വം പോകൂ. കാരണം 2 പൗരത്വം പറ്റില്ല. അതല്ലാതെ ഒരു പൗരന്റെ പൗരത്വം കളയാൻ നമ്മുടെ രാജ്യത്ത് സാധ്യമല്ലെന്നിരിക്കെ ഈ നാട്ടിലെ പാവപ്പെട്ട മുസ്ലിങ്ങളെ മുഴുവൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കലാപത്തിലേക്ക് ഇറക്കിയത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു CAA നിയമം നടപ്പാക്കണമെന്ന് അതെന്തിനു വേണ്ടിയായിരുന്നു? ഇതുപോലുള്ള അനധികൃത പൗരന്മാരെ കണ്ടെത്തി പുറത്താക്കാൻ. ഇത് ഞാനിത് പറയുന്നത്, ഈ അനധികൃത പൗരന്മാര് ഇപ്പൊ 35-40 ലക്ഷം പേരുണ്ട് എന്ന് പറയുമ്പോൾ
ഈ 40 ലക്ഷം 35 ലക്ഷം പേര് എന്ന് പറയുന്ന അവര് നമ്മുടെ കേരളത്തിൽ, അത് നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് എത്ര കണ്ട് ഭീഷണിയാണെന്നുള്ള ചർച്ച നമ്മൾ നടത്താൻ തയ്യാറാണ്. ആ വിഷയത്തെ അവഗണിക്കുകയാണ്. അവരെ അതിഥി തൊഴിലാളിയാണ്. കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യം അവരെയൊക്കെ സ്വീകരിച്ചതാണ്. ഓക്കെ, നമുക്ക് അതിലൊന്നും അത്ഭുതം. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ലോകത്തിന്റെ ചരിത്രം നമ്മൾ ഈ കാര്യത്തിൽ പഠിക്കണ്ടേ? ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റം, അനധികൃത പൗരന്മാരുടെ നുഴഞ്ഞുകയറ്റം, അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ അന്യ രാജ്യങ്ങളിൽ നിന്നോ കടന്നു വന്നിട്ടുള്ള പൗരന്മാർക്ക് അഭയം കൊടുത്തിട്ടുള്ള രാജ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ആ ചരിത്രമൊന്നും നമ്മൾ നോക്കണ്ടേ? ഞാനിവിടെ ഹോമറിന്റെ ഇലിയഡ്, ഒഡീസി, ആ മഹാകൃതി നമ്മൾ കണ്ടു കാണും. വായിച്ചിട്ടുള്ളവരായിരിക്കും. നമ്മളാരും കേട്ടിട്ടില്ലാത്തൊരു കഥാപാത്രമുണ്ട്, ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടാത്തൊരു കഥാപാത്രം. കേട്ട് കാണാം. കഥ വായിച്ചത് സിനോൻ എന്നൊരു കഥാപാത്രമുണ്ട് ഇതിനകത്ത്, ഇലിയഡിൽ. സിനോൻ തലക്കെട്ടല്ലേ? സിനോൻ. ഗ്രീക്കുകാര് ട്രോയ് നഗരം കീഴ്പ്പെടുത്താൻ വരികയാണ്. ഇപ്പൊ ട്രോയ് നഗരത്തിന് ചുറ്റും നല്ല മതിൽക്കെട്ടാണ്. ഈ മതിൽക്കെട്ട് തകർത്ത് അകത്ത് കിടക്കാൻ പറ്റുന്നില്ല ഗ്രീക്കുകാർക്ക്. 8-10 വർഷമായി നീണ്ട യുദ്ധം. ഗ്രീക്കുകാർക്ക് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അപ്പുറത്ത് ഹെക്ടറിനെ പോലുള്ള ട്രോയുടെ വീര സൈനികന്മാർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ എന്ത് ചെയ്തിട്ടും ഈ ട്രോയ് നഗരം കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. കാരണം ഈ കോട്ട പോലെ ഇങ്ങനെ കെട്ടിയിട്ടുള്ള മതിൽക്കെട്ട് കടന്നിട്ട് ട്രോയിലേക്ക് കിടക്കാൻ പറ്റുന്നില്ല. 8-10 വർഷമായി, നിവൃത്തിയില്ല. ഒടുവിൽ ഗ്രീക്കുകാരൊരു സൂത്രം ഒപ്പിച്ചു. ആ സൂത്രം എന്താണ്? അവര് ആലോചിച്ചിട്ട് പറഞ്ഞു, ട്രോജന്മാര് അല്ലെങ്കിൽ ട്രോയ് പടയാളികൾ അവര് കരുതണം നമ്മൾ തിരിച്ചുപോയി, കീഴ്പ്പെടുത്താൻ പറ്റാതെ തിരിച്ചുപോയി എന്ന് കരുതണം. പക്ഷേ ഇവിടെ ഒരാൾ നിൽക്കണം. തിരിച്ചുപോയി എന്ന് അവരോട് പറയണ്ടേ? അതിനൊരാളിവിടെ നിൽക്കണം. ആര് നിൽക്കും? എല്ലാ സൈനികരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആരും തയ്യാറല്ല. പക്ഷെ ഒരാൾ മുന്നോട്ട് വന്നു. അയാളാണ് സിനോൺ. ഗ്രീക്ക് സാഹിത്യത്തിൽ ഒരുപക്ഷെ ഏറ്റവും വീരനായ ഒരാൾ എന്ന് പിന്നീട് രേഖപ്പെടുത്തുന്നതാണ് സിനോൺ. ആ സിനോൺ പറഞ്ഞു, എന്നെ കാരണം എന്ന് വെച്ചാൽ ഈ ഹെക്ടറെ അടക്കം കൊന്നതിന്റെ ദേഷ്യം ഈ ട്രോയിലെ സൈനികർക്കുണ്ട്. ഒറ്റയ്ക്ക് ഇയാളെ കിട്ടിയാൽ ഇവര് 10 കഷ്ണമായി വെട്ടി നുറുക്കുന്ന അയാൾക്കറിയാം, ഈ പച്ചക്ക് കത്തിക്കുന്നറിയാം. സിനോൺ പറഞ്ഞു, എനിക്കറിയാം എന്താ സംഭവിക്കുക എന്നെ കിട്ടിയാൽ എന്നുള്ളത്. പക്ഷേ ഞാൻ നിൽക്കാം, രാജ്യത്തിന് വേണ്ടി ഞാൻ നിൽക്കാം. അങ്ങനെ ഗ്രീക്ക് നാവികപ്പട തിരിച്ചു പോകുന്നതായിട്ട് അവര് തിരിച്ചു പോകുന്നില്ല. പക്ഷെ അവർ ദൂരേക്ക് അങ്ങ് പോവുകയാണ്. ഈ ഗ്രീക്ക് പട തിരിച്ചു പോയതായിട്ട് അറിഞ്ഞിട്ട് ഈ ട്രോയിലെ സൈനികര് കോട്ടയിൽ നിന്ന് വെളിയിൽ വരികയാണ്. സിനോയെ കാണുന്ന എല്ലാവരും സിനോയെ പിടിച്ച് വെട്ടിക്കൊല്ലാൻ വരുമ്പോൾ സിനോയ് പറയുകയാണ്, എന്നെ അവർ ചതിച്ചു. നിങ്ങൾ കണ്ടില്ലേ, അവിടെ ഗ്രീക്കുകാർ പോണേക്കുമ്പോൾ വലിയ ഭീമാകാരമായ ഒരു കുതിരയെ കെട്ടിയിരുന്നു, ഒരു ട്രോജൻ കുതിര. അതാണ് ട്രോജൻ കുതിര എന്ന് പറയുന്നത്. നമ്മള് പിന്നീട് ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അത് പലപ്പോഴും ഈ കുതികാൽവെട്ടിനെ കുറിച്ച് പറയുന്നതാണ്. ഒരു ട്രോജൻ കുതിര നിങ്ങൾ കണ്ടില്ലേ? ഈ കുതിര ഇത് അഥിനാദേവിയെ പ്രീതിപ്പെടുത്താൻ അവർ പോയിരിക്കുകയാണ്. അവർ പ്രീതിപ്പെടുത്തി തിരിച്ചു വരുമ്പോൾ ഈ ട്രോജൻ കുതിരയെ ദേവിക്ക് സമർപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി. ഇത് ഇത്രയും വലിയ ഭീമാകാരമായ പ്രതിമയാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് ട്രോയ്ക്കാര് കെട്ടിവലിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ട്രോയ്ക്കാര് സ്വന്തമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ അവര് തല്ലി ഇവിടെ അവശരാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോ ചിലര് പറഞ്ഞു, ഇവനെ വിശ്വസിക്കരുതെന്ന്, ഇവൻ ആൾ ചതിയനാണ്. അങ്ങനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞ ഒരാളാണ് അഥീനാദേവിയുടെ അനുഗ്രഹം കിട്ടി, ദിവ്യ ദൃഷ്ടിയുണ്ട് എന്ന് പറയുന്ന കിസാൻഡ്ര എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നുണ്ട്, ഇവൻ ചതിയനാണ്, ഇവനെ വിശ്വസിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവളുടെ വാക്കുകൾ ആരും വിശ്വസിക്കാൻ പാടില്ല എന്നൊരു ശാപവും കൂടി അവർക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് അവളുടെ വാക്കുകൾ ആരും വിശ്വസിക്കുന്നില്ല. കിസാൻഡ്രയുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് ഈ സിനോയ്ക്ക് അഭയം കൊടുക്കുന്നു. എന്നിട്ട് ഈ കുതിരയെ കെട്ടിവലിച്ച് കോട്ടയ്ക്കകത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് കോട്ട വാതിലടക്കി. രാത്രിയായപ്പോ സിനോയ് ഈ കുതിരയുടെ ആ
ഇത് തുറന്നു കൊടുക്കുക. അതിന് കുതിരയ്ക്കകത്ത് ഗ്രീക്ക് സൈനികർ ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ കുതിരയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നു. ആ ട്രോജൻ കുതിരയ്ക്ക് ഉള്ളിൽ നിന്ന് സൈനികർ ചാടി വീഴുന്നു. രാത്രിയുടെ അന്ത്യയാമത്തിൽ ട്രോയ് സൈനികരെ തലങ്ങും വിലങ്ങും വെട്ടി വീഴ്ത്തി ക്രിസാൻഡ്ര അടക്കം കൊല്ലപ്പെടുന്നു. അങ്ങനെയാണ് ട്രോയ് നഗരം പിടിച്ചടക്കുന്നത്. ഇവിടെ നാം അഭയാർത്ഥികളായിട്ട് കൊണ്ടുവരുന്നവർ, വിശ്വാസത്തോടെ കൊണ്ടുവരുന്നവർ നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് എങ്ങനെ അപകടത്തിലാകുമെന്നതിന്റെ ചരിത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇലിയഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ നിന്ന് പാഠം നമ്മൾ പഠിച്ച മതിയാകും. ഇത് നമ്മുടെ ഒരുപാട് രാജ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭീഷണി നേടുന്ന ഒരു രാജ്യം ബ്രിട്ടനാണ്. ലോകത്ത് ആഭ്യന്തര ലഹള കൊണ്ട് അഭയാർത്ഥികളായി തീരുന്ന ഇപ്പോ ലെബനൻ, സിറിയ, ജോർദാൻ, സിറിയ യുദ്ധത്തിൽ അഭയാർത്ഥികളായി തീർന്നവര് 5 ലക്ഷം പേരാണ്. കൊല്ലപ്പെട്ടവർ 5,70,000 പേരെന്നാണ് കണക്ക്. ഈ അഭയാർത്ഥികൾ ലോകത്തിന്റെ പല ഭാഗത്തേക്കും പോയി. പക്ഷേ അവരെ സൗദി അറേബ്യ കയറ്റിയില്ല, മുസ്ലിം രാജ്യങ്ങൾ എവിടെയും ഒരു രാജ്യവും കയറ്റിയില്ല. പക്ഷെ അവർ യൂറോപ്പിലേക്കാണ് പോയത്. യൂറോപ്പിൽ അവര് ബ്രിട്ടനിലേക്ക് പോയി. ബ്രിട്ടൻ ഉദാരമായ രാജ്യമാണ്, ഉദാരമായ ജനാധിപത്യ സങ്കല്പങ്ങളുള്ള രാജ്യമാണ്. ബ്രിട്ടനിലേക്ക് വന്നു. ഇന്ന് ബ്രിട്ടൻ നേരിടുന്ന പ്രശ്നം എന്താണ്? ഈ കുടിയേറ്റക്കാർ ബ്രിട്ടൻ, ഇപ്പൊ ബർമിംഗ്ഹാം പോലുള്ള നഗരം, ആ നഗരത്തില് ഇന്ന് ഭൂരിപക്ഷ ജനത എന്ന് പറയുന്നത് ഈ കുടിയേറ്റക്കാരാണ്. ബ്രിട്ടനിലെ ഇന്ന് നിരന്തരം തീവ്രവാദ ആക്രമണത്തിന്റെ ഭീഷണിയാണ്. ബ്രിട്ടൻ അതിനെതിരായുള്ള പ്രതികരണം തുടങ്ങിക്കഴിഞ്ഞു. 24,000 പേരെയാണ് ഈ കഴിഞ്ഞ 2024 ബ്രിട്ടൻ പുറത്താക്കിയത്. 24,000 പേരെ, 24,000 പേരെയാണ് പുറത്താക്കിയത്. ബ്രിട്ടന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ തോതിൽ MI5 എന്ന് പറയുന്ന ബ്രിട്ടന്റെ ഒരു MI5 എന്ന് പറയുന്ന ബ്രിട്ടന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രഹസ്യാന്വേഷണ ഏജൻസിയാണ്. ആ രഹസ്യാന്വേഷണ ഏജൻസി പറയുകയാണ് ബർമിംഗ്ഹാമില് അവര് രഹസ്യ സർവൈലൻസ് ഏർപ്പെടുത്താൻ തയ്യാറില്ല. ആരൊക്കെ അക്രമങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. പക്ഷെ ബർമിംഗ്ഹാമിൽ സമ്മതിച്ചില്ല. ബർമിംഗ്ഹാമിൽ സമ്മതിക്കാതിരുന്നത് ഈ കുടിയേറ്റ ആളുകളാണ്. കാരണം അവിടുത്തെ ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കുന്നതെന്ന് അവരാണ്. നമുക്കറിയാം, ഇതേപോലെ ചില സന്ദർഭങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ നമ്മുടെ പൈപ്പ് ലൈനിന്റെ പേരെന്താണ്? ഗെയിൽ പൈപ്പ് ലൈൻ വലിക്കുന്ന ആ പ്രശ്നം വന്ന ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്ന സമയത്ത് എവിടെ നിന്നാണ് പ്രക്ഷോഭം ഉണ്ടായത്? ഏത് ഏരിയയിൽ നിന്നാണ് പ്രക്ഷോഭം ഉണ്ടായത്? വേണ്ട, എടപ്പള്ളിയിൽ നിന്ന് കോഴിക്കോട് ആ ഭാഗത്തേക്ക് പോകുന്ന നമ്മുടെ NH66 ഉണ്ടല്ലോ, അതിന്റെ നിർമ്മാണത്തെ പലയിടങ്ങളിലും ആരാ തടഞ്ഞത്? എവിടെയാ തടയുന്നത്? അപ്പൊ ചില മതതാൽപര്യങ്ങൾ, ചില അധിനിവേശ ശക്തികൾ കേവലം കുടിയേറ്റക്കാരല്ല, കുടിയേറ്റത്തോടുകൂടി ആ കുടിയേറ്റത്തിന്റെ മറവിൽ ഒരു മതാധിപത്യം കൂടി കടന്നു വരുന്നു ഇവരുടെ കൂടെ എന്നുള്ളത് തിരിച്ചറിയാതെ ഭരണാധികാരികൾ പ്രവർത്തിക്കുമ്പോൾ ബ്രിട്ടന്റെ അനുഭവം ഉണ്ടാകും. ഇത് ബ്രിട്ടനിൽ മാത്രമല്ല, ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 2ാമത്തെ രാജ്യം ജർമ്മനിയാണ്. യൂറോപ്പ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 2ാമത്തെ യൂറോപ്യൻ രാജ്യം ജർമ്മനിയാണ്. ഈ ഹിറ്റ്ലറിന്റെ പ്രശ്നം കൊണ്ട് ലോകത്ത് തലകുനിക്കപ്പെടേണ്ടി വന്ന രാജ്യം, ഞങ്ങൾ മതേതരക്കാരാണ്, മനുഷ്യ സൗഹാർദ്ദത്തിന്റെ ആൾക്കാരാണ്, മതസൗഹാർദ്ദത്തിന്റെ ആൾക്കാരാണെന്ന് കാണിക്കാൻ ജർമ്മനി വാതിലുകൾ തുറന്നിട്ട് കൊടുത്തു. ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ബെർലിൻ നഗരത്തിൽ 2016 വലിയൊരു സംഭവമുണ്ട്. 2016 രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ 1200 ലൈംഗിക അതിക്രമ കേസുകളാണ് ഉണ്ടായത്. ആരാണ് നടത്തിയെന്നറിയാം? ബെർലിനിലെ കുടിയേറ്റക്കാർ ജർമ്മനിയിലെ സ്ത്രീകളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി തെരുവിൽ ബലാത്സംഗം ചെയ്തു. 1200-ലേറെ ലൈംഗിക അതിക്രമ കേസുകൾ ഒറ്റ ദിവസം കൊണ്ടുണ്ടായി. ജർമ്മനിയുടെ മതസൗഹാർദ്ദം, ജർമ്മനിയുടെ മനുഷ്യാവകാശം അല്ലെങ്കിൽ മനുഷ്യ സ്നേഹം, അതിനവർ കൊടുത്ത വിലയാണ്. ഫ്രാൻസ്, നമുക്കറിയാം, ജനാധിപത്യം, സോഷ്യലിസം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങൾക്ക് ലോകത്ത് പ്രദാനം ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ വലിയ വക്താക്കളാണ് ഫ്രാൻസ്. വലിയ തോതിൽ കുടിയേറ്റക്കാരെ സ്വീകരിച്ചു. ഫ്രാൻസിലുണ്ടായ പ്രശ്നം എന്താണ്? നമ്മൾ പിന്നീട് ഈ അടുത്ത കാലത്ത്, ഈ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഉണ്ടായ സംഭവങ്ങൾ അറിയാം. ചാർലി ഹെബ്ഡോന്റെ വീക്കിലി ആക്രമിച്ച് 12 പേരെ കൊലപ്പെടുത്തിയപ്പോഴൊക്കെയാണ് ഫ്രാൻസിലെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ കഥ നമ്മൾ ആരാണ് ഫ്രാൻസിലെ ഇസ്ലാമിക? കുടിയേറ്റക്കാരാണ്, നുഴഞ്ഞുകയറി വന്നവരാണ്.
സിറിയയിൽ നിന്നും ലെബനണിൽ നിന്നും നുഴഞ്ഞു കയറി വന്നവരാണ്. അഭയം കൊടുത്തതാണ്. അഭയം കൊടുത്തവർ പിന്നെ എന്തായി മാറി എന്നുള്ളതിന്റെ ചരിത്രമാണ്. പിന്നീട് 2 വർഷങ്ങൾക്കുള്ളിലാണ്, അതേ വർഷം 2016 തന്നെയാണ് പാരീസിൽ 149 പേരെ കൊലപ്പെടുത്തിയത്. പിന്നീട് ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിന്റെ പ്രസിഡന്റായി വന്നതോടുകൂടി ആണ് കാര്യങ്ങൾക്ക് ഇപ്പോ കുറച്ച് മാറ്റം വന്നു. ഇപ്പോ അവർ ജീവനോടെ ഒരു ഭീകരവാദിയെ പിടിക്കുന്നില്ല. അവര് ഷൂട്ട് അറ്റ് സൈറ്റ് ആ രീതിയിലേക്ക് മാറുന്നു. ഇപ്പോ ഫ്രാൻസിൽ നിന്ന് അത്തരം വാർത്തകൾ നമുക്ക് കേൾക്കാതെ വരുന്നു. പോളണ്ടാണ് ഇക്കാര്യത്തിൽ മാതൃകാപരമായി പ്രവർത്തിച്ച രാജ്യം. പോളണ്ട് അവർ തുടക്കം മുതൽ പറഞ്ഞു, ഇവിടെ പുറത്തു നിന്ന് ആരും വരണ്ട, ഈ രാജ്യത്ത് പുറത്തു നിന്ന് ആരും വരണ്ട, സ്നേഹമൊക്കെ കൊള്ളാം, പക്ഷെ പുറത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വരണ്ട. ഐക്യരാഷ്ട്ര സംഘടനയുടെ കടുത്ത സമ്മർദ്ദത്തെ വകവയ്ക്കാതെ പോളണ്ട് ഒരു കുടിയേറ്റക്കാരെയും അങ്ങോട്ട് കടക്കാൻ തയ്യാറായില്ല. ഒടുവിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോൾ പോളണ്ട് 480 പേർക്കാണ് അവിടെ വിസ കൊടുത്തത്, സാങ്ഷൻ കൊടുത്തത് കുടിയേറ്റക്കാരായിട്ട്. പോളണ്ടിൽ നിന്ന് ഒരു തീവ്രവാദ ആക്രമണത്തിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പോളണ്ടിൽ തീവ്രവാദ ആക്രമണം ഇല്ലാത്തത്? അപ്പൊ ഞാൻ പറയുന്നത്, ആ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇപ്പൊ അമേരിക്ക ദിവസേന അവിടുത്തെ കുടിയേറ്റക്കാരെ ഇപ്പോ ബൈഡൻ വന്ന സമയത്ത് തുറന്നിട്ടൊക്കെയായിരുന്നു. ഇപ്പൊ അമേരിക്ക എന്ത് ചെയ്തു? മെക്സിക്കൻ അതിർത്തി അങ്ങ് അടച്ചു. അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അമേരിക്കയുടെ ഉള്ളിൽ ആഭ്യന്തര സുരക്ഷയ്ക്ക് അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഇസ്ലാമിക അധിനിവേശം അവിടുത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീകരമായ ഭീഷണിയായിട്ട് വളർന്നിരിക്കുന്നു. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കേരളത്തിൽ അത്തരത്തിലുള്ള സാഹചര്യം ഇന്ന് വളർന്നു വന്നിരിക്കുന്നു. കേരളം ഈ നുഴഞ്ഞ കയറ്റത്തെ, ഈ അനധികൃത പൗരന്മാർ അവരാരാണ്? 1951 ആസാമിൽ 12% മുസ്ലിങ്ങളാണ്. 951 12% മുസ്ലിങ്ങളാണ്. ഇന്ന് 40% മുസ്ലിങ്ങൾ. ആസാം 2050 ആകുമ്പോൾ ആസാം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായിട്ട് മാറുമെന്ന് പറയുന്നത് ഹേമന്ത് ബിശ്വാസ് ശർമ്മയാണ്, ആസാമിന്റെ മുഖ്യമന്ത്രിയാണ്. ബംഗാളിൽ ഇന്ന് മുസ്ലിം ജനസംഖ്യ 32%. 2050 ആകുമ്പോൾ അത് 51% മാറും എന്ന് പറയുന്നു. ജാർഖണ്ഡ്, ഇവിടെയൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ ഇന്നലെ വരെ നമ്മുടെ സൗഹൃദ രാഷ്ട്രം എന്ന് ഏതു രാജ്യമാണോ ബംഗ്ലാദേശിന്റെ സൃഷ്ടിക്ക് കാരണമായത്, ഏത് രാജ്യമാണോ എക്കാലവും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും എന്ന് പ്രഖ്യാപിച്ചത്, ആ രാജ്യത്ത് നിന്ന് കുടിയേറ്റം നടത്തിയവർ ഇന്ന് അവകാശങ്ങൾക്ക് വേണ്ടി മതത്തിന്റെ പേരിൽ തങ്ങളുടെ പ്രത്യേക അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയാണ്. ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നത് കേരളത്തിലെ അനധികൃത പൗരന്മാരാണ്, ഈ കുടിയേറ്റക്കാരാണ്. നമുക്കൊരു നിയമമുണ്ട് ഇവിടെ. രാജ്യം പാസാക്കിയ 2025 പാസാക്കിയ ഒരു നിയമമുണ്ട്. ഈ ഇത്തരം പ്രശ്നങ്ങൾ വന്നു. ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 എന്ന ബില്ല്. അനധികൃത പൗരന്മാരെ അറസ്റ്റ് ചെയ്യാനും അവരെ നാടുകടത്താനും, ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലുള്ള ഒരാൾക്ക് അറസ്റ്റ് ചെയ്യാനും നാടുകടത്താൻ അവരെ ജയിലിലടക്കാനുമുള്ള അധികാരം ഉണ്ട്. പക്ഷെ കേരളത്തിൽ നടപ്പാക്കില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ നടപ്പാക്കാത്തത്? കേരളത്തിൽ CAA നടപ്പാക്കില്ല എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി. കേരളത്തിൽ ഡിറ്റൻഷൻ സെന്റർ ഞങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരാൾ പിണറായി വിജയനാണ്. കൊട്ടാരക്കര ഇപ്പൊ അതുണ്ട്, കൊട്ടാരക്കരയുണ്ടത്. പക്ഷെ ഈ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി രാജ്യത്തിന്റെ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന, അതിനെ തകർക്കുന്ന നയം സ്വീകരിക്കുകയാണ്, രാജ്യ താല്പര്യം അവഗണിച്ചുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, ഇത് ഏറ്റവും പെട്ടെന്ന് ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള ഈ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 കേരളത്തിൽ നടപ്പാക്കണം. ശക്തമായിട്ടുള്ള നിയമനിർമ്മാണത്തിലൂടെ ഈ അനധികൃത പൗരന്മാരെ കണ്ടെത്തണം. അവരാരൊക്കെ ഇപ്പോൾ അവർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട്, ഇപ്പൊ കിറ്റക്സില് വലിയ കലാപമുണ്ടായി. നമുക്ക് പോലീസ് ജീപ്പ് അടക്കം കത്തിച്ചു, പോലീസ് സ്റ്റേഷനിൽ അക്രമം ഉണ്ടായി, തെരുവിൽ ഭീകരമായ കലാപം ഉണ്ടായി. ഇതേ ബംഗ്ലാദേശി പൗരന്മാരോ അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് നമ്മുടെ കേരളത്തിന്റെ തെരുവീഥികളിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രകടനങ്ങൾ നടത്തിയത്. CAA പ്രക്ഷോഭത്തിന്റെ അണികളായി അണിനിരുന്നത് ഇതേ ബംഗ്ലാദേശി പൗരന്മാരോ അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളോ ആണ്. ആലപ്പുഴയിൽ ഷാൻ വധക്കേസ് ഉണ്ടായപ്പോൾ ആ ഷാൻ വധത്തിനെതിരായി ആലുവയിലും കൊച്ചിയിലും വലിയ തോതിലുള്ള പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ്.
ഇപ്പൊ അടുത്ത ദിവസം കേട്ടു മലപ്പുറത്ത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മീറ്റിംഗ് നടത്തി എന്നാണ്. നമ്മൾ കേൾക്കുന്നത് മനുഷ്യാവകാശം അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള അവരുടെ കൂലി, അവരുടെ വേതനം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അത് മാത്രമല്ല അതിന്റെ പിന്നിലുള്ള മത തീവ്രവാദത്തിന്റെ ഒളിച്ചുകടത്തൽ, മത തീവ്രവാദികളായിട്ട് ഇവരെ മാറ്റൽ, അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടോ? നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ടോ? നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് കാസർഗോഡ് നിന്ന് ഒരു ബംഗ്ലാദേശി പൗരനെ അറസ്റ്റ് ചെയ്തത്. അയാൾ ലഷ്കർ-ഇ-തോയ്ബയുടെ സ്ലീപ്പർ അംഗമാണ് എന്ന് പത്രങ്ങളിൽ വാർത്ത വന്നു. ലഷ്കർ-ഇ-തോയ്ബയുടെ സ്ലീപ്പർ അംഗമായിട്ടുള്ള ഒരാൾ വർഷങ്ങളായിട്ട് കാസർഗോഡ് ജീവിക്കുകയാണ്. നമ്മുടെ ആഭ്യന്തര സുരക്ഷ എത്ര അപകടത്തിലാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മർമ്മപ്രധാനമായിട്ടുള്ള പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ 10 രൂപയുടെ കച്ചവടം നടക്കുന്നതായിട്ട് കാണാറില്ല. ഈ വഴിയരികിൽ നിന്നുകൊണ്ട് പെർഫ്യൂം വിൽക്കുന്ന കുറെ ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. നാളെ വരെ ഞാൻ അവരുടെ അടുത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങുന്നതായിട്ട് കണ്ടിട്ടില്ല. ആരാണ് അവര്? അവര് ജെന്യൂൻ ആയിട്ടുള്ളൊരു കച്ചവടക്കാരാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർ ജെന്യൂൻ ആണോ? അവരുടെ വേറെ ബോക്സ് എന്താണ്? അവരാരാണ്? പലപ്പോഴും അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് പറയുന്നത് അവര് അങ്ങ് ബംഗ്ലാദേശ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ ആസാമിലുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അന്വേഷിക്കുമ്പോഴാണ് കണ്ടെത്തുന്നത്. അവരെ കുറിച്ചുള്ള ഒരു വ്യക്തമായ രജിസ്റ്റർ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഇന്ന് ഏറ്റവും വലിയ ഭീഷണി ഈ അനധികൃത കുടിയേറ്റമാണ്, അനധികൃത പൗരന്മാരാണ്. അതിഥി തൊഴിലാളികൾ എന്ന പേരിന്റെ മറവിൽ ഇത്തരത്തിലുള്ള വിദേശ ശക്തികൾ കടന്നുകൂടുന്നു. കാരണം ഇസ്ലാം ഒരു അധിനിവേശ മതമാണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ആർക്കും വേണ്ട. വ്യാപനം ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ഓരോ മതവിശ്വാസിയും ഇസ്ലാം മതത്തിന്റെ പ്രചാരകനാണ്. കുറച്ചുപേരായാൽ ആദ്യം തന്നെ അവർക്ക് ഒരുമിച്ച് വരാനുള്ളൊരു പള്ളിയിൽ വന്ന് കുറെ കഴിയുമ്പോൾ അവർക്ക് സംസാരിക്കാൻ അറബി ഭാഷ, പിന്നെ അതിന്റെ സാംസ്കാരികമായ പരിസരം ഒരുക്കുക, പിന്നെ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ ചോദിക്കുക. ഇതെല്ലാം ലോകത്ത് എവിടെയും സമാനമാണ്. എവിടെയും, അത് യൂറോപ്പിലാകട്ടെ, ഏഷ്യയിലാകട്ടെ, ആഫ്രിക്കൻ വൻകരയിലാകട്ടെ, എവിടെയും സമാനമായ രീതിയിലാണ് അതിന്റെ അധിനിവേശം സ്വഭാവം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവർ വലിയ തോതിൽ രാജ്യത്തിന്റെ അപകടത്തിന് കാരണമാകും എന്ന സൂചന നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ചടങ്ങിന്റെ ഔപചാരികമായ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി ശ്രീ കണ്ണദാസ് അവരെ ക്ഷണിക്കുകയും. എല്ലാവർക്കും നമസ്കാരം. ഹിന്ദു ഐക്യവേദി 22ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടെ നടന്ന വൈചാരിക സദസ്സ് അപകടകരമായ ആഭ്യന്തര സുരക്ഷ എന്ന ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ശ്രീ പി ബാലകൃഷ്ണൻ അവർ, ജില്ലാ പ്രസിഡന്റ് പൂർവ്വ സൈനിക സേവാ പരിഷത്ത്, അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള CD പ്രേമദാസൻ, മാനേജിംഗ് ഡയറക്ടർ മർമ്മമിത്ര, അദ്ദേഹത്തിനും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ വിഷയാവതരണത്തിനെത്തിയിട്ടുള്ള ശ്രീ AP അഹമ്മദ് മാസ്റ്റർ, സാമൂഹ്യ നിരീക്ഷകൻ, അദ്ദേഹത്തിനും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ വിഷയാവതരണം നടത്തിയ ശ്രീ RV ബാബുചേട്ടൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാളെ പരിസരത്ത് നിൽക്കുന്ന എല്ലാ സജ്ജനങ്ങളും ചെറുപ്പക്കാരും നമ്മുടെ ഈ നിരത്തിയിട്ടുള്ള കസേരകളിൽ വന്ന് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ശ്രീ PN ശ്രീരാമൻ, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. ഹിന്ദു ഐക്യവേദിയുടെ 22ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി പാലക്കാടിന്റെ മണ്ണിൽ വരും വർഷങ്ങളിൽ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനം, ലക്ഷ്യം എന്നിവയെക്കുറിച്ചൊക്കെ വളരെ ഗൗരവമായ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാക്കുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി ഇന്നലെ ഈ ചെറിയ കോട്ടമൈതാനത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈചാരിക സദസ്സിന്റെ 2ാം ദിനമായ ഇന്ന് കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള വളരെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായി തന്നെ വിശകലനം ചെയ്യാനും സമൂഹത്തോട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ മഹത് വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അപകടകരമായ ആഭ്യന്തര സുരക്ഷ എന്ന വിഷയത്തിൽ ഈ 2ാം ദിവസത്തെ വൈചാരിക സദസ്സ് ഇവിടെ സമാരംഭിക്കാൻ പോവുകയാണ്. ഈ വൈചാരിക സദസ്സിൽ നമ്മോടൊപ്പം ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മഹത് വ്യക്തികളെ ബഹുമാനപ്പെട്ട സദസ്സിനെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. ഞാനതിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നു. ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷനായി നമ്മുടെ ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ യാതൊരുവിധ തടസ്സവും കൂടാതെ ഇതിന്റെ അധ്യക്ഷ പദം ഏറ്റെടുക്കാമെന്ന് ഞങ്ങളോട് സമ്മതിച്ച് ഈ വേദിയിലെത്തിയിട്ടുള്ളത് പൂർവ്വ സൈനിക് സേവാ പരിഷത്തിന്റെ ജില്ലാ അധ്യക്ഷൻ ശ്രീ പി ബാലകൃഷ്ണൻ സാർ അവர்களാണ്. അവരെ ഞാൻ എല്ലാവർക്കും വേണ്ടി വളരെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ആരെക്കൊണ്ട് നിർവഹിക്കണമെന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോ ഞങ്ങളുടെ മുന്നിൽ ആദ്യം വന്ന പേരന് ഇന്നിവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ഡോക്ടർ സി ഡി പ്രേമദാസൻ സാർ അവர்களാണ്. പാലക്കാട്ട് വിവിധ മേഖലകളിൽ അതോടൊപ്പം തന്നെ മനോചികിത്സാ രംഗത്തും തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച് പാലക്കാടുകാരനായി ഈ സമൂഹത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന അത്തരമൊരു വ്യക്തിയെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കാൻ വേണ്ടി കിട്ടിയതിൽ ഹിന്ദു ഐക്യവേദി അഭിമാനിക്കുകയും അതോടൊപ്പം അദ്ദേഹത്തെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേർന്നതിലുള്ള സ്വാഗതം എല്ലാവർക്കും വേണ്ടി ആശംസിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് ഈ വൈചാരിക സദസ്സിൽ ഇന്നത്തെ വിഷയമായിട്ടുള്ള അപകടകരമായ ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് വളരെ വിശാലമായി പഠിച്ച് അത് ഏതൊരു സ്റ്റേജിലും ഏതൊരു വ്യക്തിയുടെ മുന്നിലും യാതൊരു മടിയും കൂടാതെ ഒരു മറയുമില്ലാണ്ട് ഈ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച വീഴ്ചകൾ സമൂഹത്തോട് തുറന്നു സംവദിക്കുവാൻ, ശക്തമായി അതിനെ എതിർക്കുവാൻ തന്റെ ശബ്ദങ്ങൾ
അത് ഈ സമൂഹത്തോട് എത്തിക്കുവാൻ പ്രതിജ്ഞാബദ്ധനായിട്ടുള്ള ഒരു സാമൂഹ്യ നിരീക്ഷകനെയാണ്. സാധാരണ സാമൂഹ്യ നിരീക്ഷകന്മാരൊക്കെ തന്നെ ചില കോണുകളിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ സംസാരിക്കുക. അവരുടെ തന്റേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി രാഷ്ട്രീയക്കാരെയും അത്തരത്തിലുള്ള മത നേതാക്കന്മാരെയും ഒക്കെ മയപ്പെടുത്തി ആരെയും കാര്യമായി ഉപദ്രവിക്കാതെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ നിരീക്ഷകന്മാരാണെന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നത് ഏറെക്കുറെ. പക്ഷെ അതിൽ നിന്നും വിഭിന്നമായിട്ട് തന്റെ ചിന്തകൾ, തന്റെ അനുഭവങ്ങൾ, താൻ കാണുന്ന നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഈ സമൂഹത്തോട് തുറന്നു പറയുവാൻ യാതൊരു മടിയുമില്ലാതെ നിരന്തരം സംവാദങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീമാൻ AP അഹമ്മദ് മാസ്റ്റർ അവர்களെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാവരും അത് സന്തുഷ്ടരാണ്. ഈ വേദിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നതിൽ അദ്ദേഹത്തെ വളരെ സഹർഷപൂർവ്വം എല്ലാവർക്കും വേണ്ടി സ്വന്തം പേരിലും സംഘടനയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ വൈചാരിക സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കേവർക്കും സുപരിചിതനായിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ RV ബാബു ചേട്ടനാണ്. RV ബാബുചേട്ടനെ കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരമായി ഈ സമൂഹത്തിൽ താൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അത് വിശദമായി പഠിച്ച് ഏത് ഒരു ചാനലിന് മുമ്പിലിരുന്നു കൊണ്ടും ഈ മത നിരപേക്ഷതയ്ക്ക് വേണ്ടി കപട മതേതരവാദികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് വളരെ ചങ്കൂറ്റത്തോടു കൂടി തന്റേതായിട്ടുള്ള ശൈലിയിൽ താൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുവാൻ കഴിവുറ്റ കേരളത്തിന്റെ സാമൂഹിക മേഖലയിൽ അതുപോലെയുള്ള മേഖലയിലൊക്കെ തന്നെ വളരെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബാബുവേട്ടനാണ്. ബാബുവേട്ടനെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വൈചാരിക സദസ്സിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ സദസ്സിന് പ്രൗഢോജ്വലകരമായ ഈ സദസ്സിനെ ഈ വൈചാരിക സദസ്സ് സമ്പന്നമാക്കിയ നമ്മുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാരെയും അതുപോലെ സാമൂഹ്യ നിരീക്ഷകരെയും പത്രമാധ്യമ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രഭാഷണത്തിനായി ശ്രീ P. ബാലകൃഷ്ണൻ സാർ അവരെ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. ശ്രീ ബാലകൃഷ്ണൻ സാർ സൈനിക സേവനത്തിന് ശേഷം കൊങ്കൺ റെയിൽവേയുടെ ചീഫ് മാനേജിംഗ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ ജില്ലാധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. ആരാധ്യനായ ശ്രീ E. ശ്രീധരൻ സാറിന്റെ കൊളീഗ്സായിട്ട് അദ്ദേഹം നീണ്ടകാലം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വേദിയിൽ എന്നെ ക്ഷണിച്ചതിനും എനിക്കിങ്ങനൊരു അവസരം തന്നതിലും വളരെ സന്തോഷം. നല്ലൊരു സബ്ജക്റ്റാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനും ഈ സെമിനാറിൽ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റിയത്. ആഭ്യന്തര സുരക്ഷ. ഇന്ന് നമ്മുടെ ആഭ്യന്തര സുരക്ഷയെപ്പറ്റി സംസാരിക്കുന്നതിൽ ഏറ്റവും വലിയ വളരെ സന്തോഷകരമായ അവസ്ഥയാണ്. കാരണം ഞാനും ഒരു എയർഫോഴ്സ് വെറ്ററനാണ്. എയർഫോഴ്സിൽ 15 കൊല്ലം പിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ മറ്റുള്ള സർവീസ് ചേർന്നത്. അപ്പോൾ ആഭ്യന്തര സുരക്ഷയെ പറ്റിയിട്ട് കൂടുതൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരുപാട് അതിൽ എഫക്റ്റഡാണ്, ഒരുപാട് വിക്ടിമൈസ് ആയതാണ്. എന്താണ് സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ, അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് പലതും പറയാനുണ്ട്. എന്നാലും ഇവിടെ അധികം കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ എന്നാലും 2-3 വാക്കുകൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ കാര്യമായി ബാധിച്ചിരിക്കുന്നത് മറ്റുള്ള കൺട്രിയിൽ നിന്ന്, അതായത് നമ്മുടെ അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് പലവരും ഇന്ത്യയിലേക്ക് കപട പൗരത്വം സ്വീകരിച്ച് വന്നിട്ട് കേരളത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലും വന്നിട്ട് പലതരത്തിലുള്ള
ആൾക്കാർ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് കിട്ടുന്നില്ല, പല ബുദ്ധിമുട്ടുകളുണ്ടാക്കുകയാണ്. അതിൻ്റെ മെയിൻ കാരണം നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ പുതിയ ആൾക്കാർ വരുമ്പോൾ അവിടെ ഒന്ന് നല്ലപോലെ വെരിഫൈ ചെയ്യുക, അങ്ങനെ പോലീസ് ഇൻഫോം ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ എന്നാലും നമ്മൾ ഈ പുറത്ത് വരുന്ന ആൾക്കാർ, ഈ കപടൻ വേഷത്തിൽ വരുന്നവർ എങ്ങനെയാണ് അറിയുക എന്നുള്ളതാണ്. അതിന് നമ്മൾ വേണ്ട നിർദ്ദേശങ്ങളും പലതും ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ വേറെ നമ്മുടെ ഈ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു യൂത്ത് ഫോർ നേഷൻ എന്നൊരു വലിയ സംഘടന തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ യൂത്തിന്, യങ്സ്റ്റേഴ്സിന് നേഷൻ സ്പിരിറ്റ് കൊണ്ടുവരിക, നേഷൻ ബിൽഡ്, നേഷൻ ഫസ്റ്റ് എന്നൊരു സ്പിരിറ്റ് കൊണ്ടുവരിക. അതിൻ്റെ ഭാഗമായിട്ട് ഓരോരോ സ്റ്റേറ്റും ഓരോരോ ചാപ്റ്ററായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളാർക്കും അറിയില്ലായിരിക്കും. അത് സ്റ്റേറ്റ് തന്നെ ഇനോഗ്രേഷൻ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവർണേഴ്സാണ്. വളരെ ഹൈ ലെവൽ ഡിഫൻസ് ഓഫീസേഴ്സും മറ്റുള്ളവർ സിവിൽ സർവീസ് ഓഫീസേഴ്സും ഉള്ളടങ്ങിയ സംഘടനയാണ്. അത് വളരെ വ്യാപകമായി യൂത്ത് ഫോർ നേഷൻ എന്ന പേരിൽ ഈ ഇൻറ്റേർണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഇത് ഒരുപക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് വലിയ അറിവുണ്ടാകും എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞങ്ങൾ അറിയിക്കാൻ വേണ്ടി പല കോളേജുകളിലും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ലൈക്ക് IITയും വളരെ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയിട്ട് അതിൻ്റെ ക്ലാസ് എടുക്കുകയും അതിൻ്റെ യങ്സ്റ്റേഴ്സിനെ പറയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു അവയർനെസ് പ്രോഗ്രാം കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും എനിക്ക് ഇങ്ങനെ ഒരു സന്ദർഭം തന്നെ വളരെ സന്തോഷം. കൂടുതൽ സംസാരിക്കാനില്ല. വൺസ് അഗൈൻ താങ്ക്സ് ടു എവരിബഡി. താങ്ക് യു ഓൾ. താങ്ക് യു സർ. നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഡോക്ടർ CD പ്രേമദാസൻ സാർ അവർകളാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മനോമിത്ര എന്ന മാനസിക ആരോഗ്യ സ്ഥാപനം അദ്ദേഹം നേതൃത്വം നൽകി നടത്തുന്നു. പാലക്കാട് അറിയപ്പെടുന്ന ഒരു മനോരോഗ വിദഗ്ധനാണ് അദ്ദേഹം. മാനസിക ആരോഗ്യ ചികിത്സാ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അദ്ദേഹം അറിയപ്പെടുന്ന യോഗ ആചാര്യൻ കൂടിയാണ്. അപ്പോൾ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ചികിത്സിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഈ വ്യക്തിത്വത്തെ ആദരപൂർവ്വം ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. സദസ്സിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന നല്ലവരായ സജ്ജനങ്ങൾ, അതുപോലെ തന്നെ അങ്ങ് ദൂരമില്ലാത്ത അകലങ്ങളിൽ നിന്ന് സാദരം ഈ പരിപാടി ശ്രദ്ധിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്ന നല്ലവരായ നാട്ടുകാരെ, വേദിയിലിരിക്കുന്ന മഹാത്മാക്കളെ, മനസ്സ് നിറയെ ചാരിതാർത്ഥ്യവുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നമുക്കെല്ലാം സ്വാഗതം ആശംസിച്ച ശ്രീരാമൻ സാറ് പറഞ്ഞ മാതിരി നല്ലൊരു ഇൻട്രഡക്ഷൻ നമുക്ക് വേണ്ടി മൈക്കിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അദ്ദേഹം തരുന്ന അവിടുന്ന് കേൾക്കുന്നതിൻ്റെ സുഖം തന്നെയാണ്. പിന്നെ ഇത്തരമൊരു പരിപാടി അതിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന ഈ പരിപാടിയുടെ സംഘാടകരും അതിൽ പ്രമുഖരായ എൻ്റെ സഹവർത്തിത്വനും ശ്രീ പാർത്ഥസാരഥി അടക്കം അവർക്ക് സർവേശ്വരൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഞാൻ പറയുകയാണ്, ഞാൻ ഇത്തിരി അഹങ്കാരത്തോടു കൂടി തന്നെ പറയട്ടെ, ഇത്തരം അതൊരു പൊതുപരിപാടി പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. പല സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, കുട്ടികളുടെ പരിപാടി, ഡോക്ടേഴ്സിൻ്റെ പരിപാടി. പക്ഷെ അങ്ങനെ സെക്ഷൻസ് അല്ല, ഈ സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള ആളുകൾ ഒത്തുചേരുന്ന ഒരു പരിപാടിക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുക, നിങ്ങളോട് എനിക്ക് രണ്ടു വാക്ക് സംസാരിക്കാൻ സാധിക്കുക, അതിനെനിക്ക് അവസരം ഒരുക്കി തന്നു ഒരു മഹത്തരമായ കാര്യമായി ഞാൻ മനസ്സുകൊണ്ട് കാണുന്നു. അതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഹിന്ദു ഐക്യവേദിയുടെ 22ാം സംസ്ഥാന സമ്മേളനം ഈ വരുന്ന 4, 5, 6 തീയതികളിൽ പാലക്കാട് നടക്കുകയാണ്.
അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന ഈ വൈചാരിക സദസ്സ് ഇവിടെ ഈ കോട്ട മൈതാനത്ത് ഇന്ന് അതിൻ്റെ 2ാം ദിവസമാണ്. ഇന്നലെ ആദ്യ ദിവസമായ ചടങ്ങ് നടന്നു. കേരള യുവത വഴിതെറ്റുമ്പോൾ എന്ന ഇപ്പോൾ ജ്വലിച്ചു നിൽക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായ ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും അതിന് പറ്റിയ ആക്ട് പേഴ്സൺസ് ഇന്നലെ ഇവിടെ നടത്തുകയുണ്ടായി. എന്തോ നമ്മുടെ പാലക്കാട് പ്രകൃതി പോലും ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു എന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തു. ഇന്നലത്തെ ചൂടിന് പ്രകൃതി തന്നെ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ഇപ്പൊ നല്ലൊരു സായാഹ്നം വന്നിവിടെ. ഈ വൈചാരിക സദസ്സിന്റെ 2ാം ദിവസമായ ഇന്ന് ഇൻട്രൂഡേഴ്സ്, അതിഥികൾ അക്രമികളാകുമ്പോൾ അല്ലെ എന്ന സബ്ജക്റ്റ് ആണ് ഇന്ന് ഇവിടെ തുറന്നു കീറി പരിശോധിക്കുന്നത്. അതിന് പറ്റിയ പ്രഗത്ഭന്മാരായ വ്യക്തികൾ നമ്മുടെ കൂടെയുണ്ട്. എന്താണ് ഈ ഇൻട്രൂഡേഴ്സ്? എന്താണ് ഈ പറയുന്ന മാതിരി അതിഥികൾ? ഇൻട്രൂഡേഴ്സ്, നുഴഞ്ഞുകയറ്റക്കാർ. ഇത്ര കാര്യമായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഒരു കുടുംബം, നമ്മള് ഒരു കുടുംബം, അച്ഛൻ, അമ്മ, മക്കള്, ഗ്രാൻഡ് പേരൻസ് അല്ലേ, നമ്മൾ ക്ഷണിക്കാതെ ഒരു അഭയാർത്ഥിയുടെ രൂപത്തിൽ മറ്റൊരാൾ കുടുംബത്തിലേക്ക് വരുന്നു. പിന്നെ അദ്ദേഹം മെല്ലെ മെല്ലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു. അദ്ദേഹത്തിന് നല്ല അവകാശങ്ങളും അധികാരങ്ങളും കിട്ടുന്നു. പഴയ സിനിമകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതിപ്പോ നാട്ടില് വേണ്ടത്ര നടക്കുന്നുണ്ട്. ഇവിടെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ തിരഞ്ഞെടുത്തയക്കുന്ന ഗവൺമെന്റുകളും കാര്യങ്ങളും അവരെ മോട്ടീവ് എന്ത് തന്നെയായാലും നാട്ടിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഈ പ്രവണത, അതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന, നമുക്കെന്ന് പറയുന്ന നമ്മൾ ഈ സമൂഹത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ പൗരന്മാരെന്ന നിലയ്ക്ക് നമുക്ക് അവകാശങ്ങളിലും ഇത് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന നമുക്ക് സ്വാതന്ത്ര്യം, മറ്റ് ആനുകൂല്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇനിയും പൊതുവായി തുറന്ന ചർച്ചയ്ക്ക് വൈകുകയാണെങ്കിൽ അത് നമ്മളെ എത്തിക്കുന്നത് വളരെ ദാരുണമായ ഒരു അന്ത്യത്തിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ണു തുറന്ന് കാണണം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും. എന്തെല്ലാം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഇത്തരക്കാർ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു, സ്വയം വരുന്നു, അവരെ സ്വീകരിക്കുന്നു. അതിലൂടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എനിക്ക് മാത്രമല്ല, എൻ്റെ വരും തലമുറയ്ക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ പേരക്കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങൾ മറ്റുള്ള ഈ ഇത്തുക്കണ്ണികൾ കാർന്നു തിന്നുമ്പോൾ ഉണ്ടാവുന്ന നാശം, അത് ഇതിലും ഒരു നല്ലൊരു ടോപ്പിക്ക് സംസാരിക്കുന്നില്ല എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അതിന് നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി RV ബാബു അവർകളുണ്ട്. ഇവരെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കും. വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടി ഈ ചടങ്ങ് ഞാൻ അതിൻ്റെ അതിമനോഹരമായ മംഗളാവസ്ഥയിലേക്ക് നീങ്ങട്ടെ എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, സർവേശ്വരനോട് സമ്മതം ചോദിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. താങ്ക് യു. നന്ദി, നമസ്കാരം. നമ്മളുടെ വിഷയ അവതരണം നടത്തിക്കൊണ്ട് അടുത്തതായി സംസാരിക്കുന്നത് ശ്രീ AP അഹമ്മദ് മാസ്റ്റർ അവർകളാണ്. പത്രപ്രവർത്തകൻ, അധ്യാപകൻ, കോളമിസ്റ്റ്, സാമൂഹ്യ നിരീക്ഷകൻ, അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലെ വളരെ സൗമ്യ മനോഹരമായ ഭാഷയിൽ നമ്മളെ അഭിസംബോധന ചെയ്യുന്ന അഹമ്മദ് മാസ്റ്റർ എന്ന ബഹുമുഖ വ്യക്തിത്വത്തെ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായിട്ട് വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. സമദരണീയനായ അധ്യക്ഷൻ ശ്രീ ബാലകൃഷ്ണൻ സാർ, ഇത് ഉദ്ഘാടനം ചെയ്ത സർവാദരണീയനായ ഡോക്ടർ പ്രേമദാസൻ സാർ ഉൾപ്പെടെ എൻ്റെ അക്ഷരാർത്ഥത്തിൽ എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തായ ബാബുച്ചേട്ടൻ ഉൾപ്പെടെ വേദിയിലുള്ള എല്ലാവരെയും ഞാൻ വണങ്ങുന്നു.
ഹിന്ദു ഐക്യവേദിയുടെ 22ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ആമുഖമായി നടക്കുന്ന ഈ വൈചാരിക